بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച നമസ്കാര സമയത്ത് പോലും തല മറക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല മറക്കാത്ത വ്യക്തികളെ സാക്ഷിക്ക് പോലും നിർത്തുവാൻ പാടില്ല എന്ന് ഉദ്ധരിച്ചിട്ടുണ്ടെന്നുള്ളത് പല പണ്ഡിതന്മാരും പറഞ്ഞു കേട്ടതാണ്. എന്നാൽ മക്ക മദീന മക്കയിലെ മുജാഹിദ് ഭരണമാണ്. അവിടെ പലരും എന്നുവേണ്ട ആ മുജാഹിദ് ഭരണത്തിൽപ്പെട്ട ആൾക്കാർ മുഴുവൻ തലമറക്കുകയും കാണുന്നു. എന്നാൽ ഇവിടെ മുജാഹിദീങ്ങളിൽ തന്നെ 1% പേർ മറക്കുന്നതും ഭൂരിപക്ഷം പേര് അത് പുരസ്കരിക്കുന്നതുമായി കാണുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണമെന്ന് സ്ഥാപിക്കുന്നത്? സഹോദരന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. തലമറക്കുന്നത് മുജാഹിദുകളിൽ കാണുന്നില്ല. എന്താണതിന് കാരണം? മക്കത്തെ മുജാഹിദീങ്ങൾ മറക്കുന്നുണ്ട്, കടമത്തെ മുജാഹിദീങ്ങളും കേരളത്തിലെ മുജാഹിദും മറക്കുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാക്ഷിക്ക് പോലും തലമറക്കാത്തവരെ പരിഗണിച്ചിട്ടില്ല എന്ന് പണ്ഡിതന്മാര് പറയുന്നത് മുമ്പ് കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിലെ വസ്തുത എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറബി വംശജനായിരുന്നു. അറബി എന്ന നിലക്ക് നബി നുബുവത്ത് കിട്ടുന്നതിന് മുമ്പും, അതായത് അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് അല്ല 40 വയസ്സ് വരെ അന്നും തലമറച്ചിരുന്നു. നബി മാത്രമല്ല അബൂജഹലും തലമറച്ചിരുന്നു, അബൂലഹബും തലമറച്ചിരുന്നു. ഇന്ന് മക്കക്കാര് മറക്കണതും അതുകൊണ്ട് തന്നെയാണ്. അറബികളുടെ ഒരു ആചാരമാണ്. ഇന്ന് മക്കത്ത് മാത്രമല്ല, അറബികള് കള്ളുടിയനായ അറബിയാണെങ്കിലും തലയിലിട്ടിട്ടുണ്ടാവും, വട്ടുവിട്ടിട്ടുണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അറേബ്യൻ ആചാരമാണ്. ഇപ്പൊ ഞങ്ങൾ തലമറക്കുന്നില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഇവിടുത്തെ സുന്നി എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവരും ഭൂരിപക്ഷം തലമറക്കുന്നില്ല. പക്ഷെ അതിനവർക്ക് ആക്ഷേപമല്ല, ഞങ്ങൾ മറക്കാത്തതിൽ ആക്ഷേപം. മുസ്ലിയാക്കന്മാരാണ് മറക്കുന്നത്, സാധാരണക്കാർ മറക്കുന്നുണ്ടോ? പിന്നെ നിസ്കരിക്കുമ്പോ മാത്രം ഒരു മറക്കല്, അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല. നബി ഒരു അറബി എന്ന നിലയ്ക്ക് എല്ലാ സമയത്തും തലമറച്ചിരുന്നു. തലമറക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല. പിന്നെ സാക്ഷിക്ക് പോലും പരിഗണിച്ചില്ല എന്ന് ബയലിൽ കേട്ടതല്ലേ, ബയലിനെ ഉള്ളൂ, ഹദീസിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും തലമറക്കാൻ പ്രോത്സാഹിപ്പിച്ചതായിട്ട് സഹിഹായ ഒറ്റ ഹദീസിലില്ല. എന്നാൽ അതിന്റെ ഹുക്ം എന്താ? ഫർളാണോ? അല്ല. സുന്നത്താണോ? അല്ല. ജായിസാണോ? ജായിസാണ്, അനുവദനീയാണ്. മറക്കേണ്ടവർക്ക് മറക്കാം. ഞങ്ങളെ കൂട്ടത്തിലും മറക്കാറുണ്ട്. ഞങ്ങളൊക്കെ അറബി ചെന്നാ മറക്കലുണ്ട്. കാരണം അവിടെ അറബി കുപ്പായ ഇടുക. അറബി കുപ്പായുള്ള സുന്നത്താണോ? പിന്നെ നബി ഒട്ടകപ്പുറത്താ പോയത്. നമ്മളിപ്പോ ഒന്ന് പറയാണ്, ഞാൻ കപ്പലിൽ കയറൂല, അള്ളാന്റെ റസൂൽ ഒട്ടകപ്പുറത്താ പോയത് പറഞ്ഞ ഒരു നിവൃത്തിയില്ല. അള്ളാന്റെ റസൂൽ അവിടുത്തെ ഭക്ഷണം കഴിച്ച് റസൂല് കാരക്കാ തിന്നത്, ഞാൻ നിങ്ങളെ ഈ നെല്ലും അരിയൊന്നും തിന്നില്ല എന്ന് പറഞ്ഞാൽ പറ്റുമോ? റസൂൽ അറബിയില മുഴുവൻ വർത്താനം പറഞ്ഞു, ഞാൻ മലയാളത്തിൽ മിണ്ടൂല എന്ന് പറഞ്ഞ അപ്പൊ നബിയുടെ ഭാഷ ഉപയോഗിക്കല് അറബിയിൽ വർത്താനം പറഞ്ഞ സുന്നത്തില്ല, ഒട്ടകപ്പുറത്ത് പോലും സുന്നത്തില്ല, അറേബ്യൻ വസ്ത്രം ധരിക്കൽ സുന്നത്തില്ല. എന്നാൽ സുന്നത്തുള്ള ചില കാര്യമുണ്ട്. താടി, അത് എല്ലാവർക്കും വേണ്ടതാ. അള്ളാന്റെ റസൂൽ കർശനമായി 25 ഹദീസിലുള്ളതാ. പക്ഷെ താടി പഠിച്ചോനും തൊപ്പിയിടും. താടി പഠിക്കൽ പ്രശ്നം, 4 മദ്ഹബിലും ഹറാമാ താടി പഠിക്കല്, അല്ലേ? അതിലാർക്കും പരാതിയില്ല. എന്താ? അത് ഞങ്ങളെ കൂട്ടത്തിലും പഠിച്ചോലുണ്ട്. അതുകൊണ്ട്
അതുകൊണ്ട് താടി പ്രബലമായ സുന്നത്താണ്, അത് നബി കൽപ്പിച്ചതാണ്. തൊപ്പിയെ കുറിച്ച് ഒരൊറ്റ ഹദീസും സഹിയായി വന്നിട്ടില്ല. പക്ഷെ മറക്കുന്നതിന് ഞങ്ങൾ എതിരല്ല, മറക്കുന്നതിന് ആക്ഷേപിക്കാറില്ല. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഒരു അറേബ്യൻ ആചാരം എന്ന നിലക്ക് അത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം. ഒരു കൂലി കിട്ടുന്ന സുന്നത്തായിട്ട് നബി അത് പഠിപ്പിച്ചിട്ടില്ല. അബ്ദുള്ള അഗത്തി ഒരു മുജാഹിദ് പ്രവർത്തകനാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ വന്നിട്ട് യാത്രക്കാരായതിന്റെ പേരിൽ ജമ്മു കസറാക്കുന്നുണ്ട്. അപ്പൊ പറമ്പ് നമ്മൾ ചുരുക്കിയിട്ടാണ് ഈരണ്ടീരമായിട്ട്. എന്നിട്ട് ചിലര് സുന്നത്ത് എടുക്കുന്നുണ്ട്, നമസ്കാരത്തിന് ശേഷമുള്ള റവാത്തി സുന്നത്ത്. ഒന്ന്. രണ്ടാമത്തത് നമ്മൾ മുജാഹിദുകാർ ഒറ്റക്കൊറ്റക്കാണ് ദുആ ചെയ്യുന്നത്. അപ്പോൾ ചിലര് കൈ ഉയർത്തി ദുആ ചെയ്താൽ തടവുന്നുണ്ട്, ചിലർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രബലമായത് എന്നുള്ളത് വിശദീകരിച്ചത്. സഹോദരന്റെ ചോദ്യം 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ജമ്മും കസറുമായി നമസ്കരിക്കുന്നത് യാത്രക്കാർക്ക്. ജമ്മു എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത 2 നമസ്കാരങ്ങൾ ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് നിസ്കരിക്കാം. യാത്രയിലും അല്ലാത്ത സമയത്തും നബി അത് അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ളുഹുറും അസറും ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് നിസ്കരിക്കാം. അതുപോലെ തന്നെ മഗ്രിബും ഇശാവും ഏതെങ്കിലും ഒന്നിന്റെ സമയത്ത് നിസ്കരിക്കാം. അത് ഇവിടെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കസറാക്കുന്നുണ്ട്. 4 റക്അത്തിൽ 2 റക്അത്ത്. ഇത് നബി പഠിപ്പിച്ചതാണ്. അത് നമ്മളിവിടെ അനുഷ്ഠിക്കുന്നത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ നാട്ടുകാര് പൂർത്തിയായി സമയാസമയത്ത് തന്നെയാണ് നിർവഹിക്കുന്നത്. പിന്നെ അങ്ങനെയുള്ള ആളുകൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. റവാത്തിബ് സുന്നത്തുകളില് സുബഹിന്റെ മുമ്പുള്ള സുന്നത്തും രാത്രിയിലെ വിത്റും മാത്രമാണ് ഫർളിന് പുറമെ നബി യാത്രയിൽ നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് മറ്റു സുന്നത്തുകൾ ഒഴിവാക്കലാണ് നബിയുടെ ചര്യ. പക്ഷെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾക്ക് പറയാണ് ഞാൻ ചുരുക്കി നിസ്കരിക്കുന്നില്ല, ഞാൻ 4 റക്അത്ത് നിസ്കരിക്കാണ്, ഞാൻ ജമ്മാക്കുന്നില്ല, അതാത് വഖ്ത് നിസ്കരിക്കാണ് എന്ന് പറഞ്ഞാൽ ഇത് തെറ്റൊന്നുമില്ല. കാരണം ഇതൊരു ആനുകൂല്യമാണ്. എടുക്കേണ്ടവർക്ക് എടുക്കാം, ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് ഒരാൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചാൽ അത് കുറ്റമല്ല. പള്ളിയിൽ കയറുമ്പോൾ തഹയ്യത്ത് യാത്രക്കാരൻ നിസ്കരിച്ചാൽ അത് കുറ്റമായ കാര്യമില്ല, അതിനൊക്കെ കൂലി കിട്ടും. പക്ഷേ അയാൾക്കൊരു ഒഴിവുകഴിവ് പറഞ്ഞിട്ടുണ്ട്, റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കേണ്ടതില്ല, 4 റക്അത്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. പിന്നെ നമസ്കാരം കഴിഞ്ഞുള്ള പ്രാർത്ഥന, കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ചിലർ കൈ ഉയർത്തിയതിനു ശേഷം പ്രാർത്ഥന കഴിഞ്ഞിട്ട് മുഖം തടവുന്നുണ്ട്, ചിലർ തടവുന്നില്ല. കൈ ഉയർത്തി പ്രാർത്ഥിക്കണം എന്നുള്ളത് സഹിയായ ഹദീസിലുള്ളതാണ്. പക്ഷെ നിസ്കാര ശേഷം നബി 20,000-ഓളം വഖത്ത് ഫർള് നിസ്കരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഫർള് നിസ്കാരത്തിന് ശേഷം നബി കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് ഹദീസിൽ വന്നിട്ടില്ല. പക്ഷെ പൊതുവെ പ്രാർത്ഥനയിൽ കൈ ഉയർത്താം എന്ന് ഹദീസിൽ ഉള്ളത് കൊണ്ട് ചില ആളുകൾ അത് നമസ്കാര ശേഷത്തുള്ള പ്രാർത്ഥനയിലും നടപ്പിലാക്കുന്നു എന്ന് മാത്രം. പക്ഷേ പ്രാർത്ഥിച്ച ശേഷം ആ കൈകൊണ്ട് മുഖം തടവാൻ പറയുന്ന ഹദീസ് ദുർബലമാണ്. പക്ഷെ അത് സഹിയാണെന്ന ധാരണയിൽ മുമ്പ് കാലം മുതൽക്കേ പ്രാർത്ഥിച്ച ശേഷം മുഖം തടവുന്ന പതിവുണ്ട്. ആ പതിവ് ചില ആളുകൾ തുടരുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സഹിയായിട്ടുള്ളത് നമസ്കാര ശേഷം കൈ ഉയർത്താതെ പ്രാർത്ഥിക്കലാണ്. ഫർള് നിസ്കാര ശേഷം പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തിയതായിട്ട് ഒറ്റ ഹദീസിലുള്ള. നബി കൈ ഉയർത്തിയ പല സന്ദർഭങ്ങളുണ്ട്. ജുമാക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ മിമ്പറിൽ വെച്ചിട്ട് കൈ ഉയർത്തിയിട്ടുണ്ട്. ബദറിൽ പ്രാർത്ഥിച്ചപ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. അറഫയിൽ പ്രാർത്ഥിച്ചപ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. മുസ്ദലിഫയിൽ പ്രാർത്ഥിച്ചപ്പോൾ കൈ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഫായിലും മറുവയിലും കൈ ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ കൈ ഉയർത്താവുന്നതാണ്. അല്ല ഒരു സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും അല്ലാണ്ട് പ്രാർത്ഥിക്കണം, കൈ ഉയർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. പക്ഷെ ഫർള് നമസ്കാരം ഇന്ന രൂപത്തിൽ ചെയ്യണമെന്ന് കൃത്യമായി നബി പഠിപ്പിച്ചിട്ടുണ്ട്. നബി പ്രാർത്ഥിച്ച ദിക്റുകൾ ദുആകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും നബി കൈ ഉയർത്തിയതായിട്ടില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ പൊതുവെ കൈ ഉയർത്തൽ ഒരു മര്യാദയാണെങ്കിലും ഫർള് നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനയിൽ കൈ ഉയർത്താതിരിക്കലാണ് സുന്നത്ത്. പിന്നെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് ഇങ്ങനെ മുഖം തടവുന്നത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. മന്ത്രിച്ച് ഊതിക്കെട്ടുന്നത് തെറ്റാണെന്ന് മൗലവി ഇതിലൂടെ മനസ്സിലാക്കി. എന്നാൽ അതിന് തെളിവായി സൂറത്ത് 113 കോട്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ 113 വമിൻചറ്റിന്ന പാസാക്കി അത് സ്ത്രീലിംഗമായതുകൊണ്ട് ദുർമന്ത്രം ചെയ്ത് മുതിർന്ന സ്ത്രീകളെ പറ്റിയല്ലേ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഖുർആൻ ഓതി മന്ത്രിക്ക് കെട്ടിയാൽ ഇത് കെട്ടുന്നത് ഇതിന് ബാധകമാകുമോ? വമിൻ ശർരി നഫാഥാത്തി ഫിൽ ഉഖദ് എന്ന് പറഞ്ഞാൽ കെട്ടുകളിൽ മന്ത്രി ചൂതുന്നവർ എന്നാണ്. അവിടെ നഫാഥാത്ത് എന്നത് സ്ത്രീലിംഗമാണ്.
അതുകൊണ്ട് പെണ്ണുങ്ങളെ പറ്റിയല്ലേ, അപ്പൊ ആണുങ്ങൾ ഊതിയാ പെടൂലെന്നാ. അവിടെ നഫാത്ത് എന്ന സ്ത്രീലിംഗ വചനം ഉപയോഗിച്ചുവെങ്കിലും ആ ഊതുന്നവരുടെ ആത്മാക്കൾ എന്ന അർത്ഥത്തിലാണ് അവിടെ സ്ത്രീലിംഗം ഉപയോഗിച്ചിട്ടുള്ളത്. ആണിനും പെണ്ണിനും ഒക്കെ ബാധകമാണ്. അവിടെ കെട്ടുകളിൽ മന്ത്രിച്ചൂതുക എന്ന് പറയുന്നത് സിഹ്റന്മാരെ പറ്റിയാണ്. സിഹിർ ചെയ്യുന്നവര് പലതരത്തിലുള്ള കെട്ടുകളിലും ഊതിയിട്ടാണ് അവർ മന്ത്ര ഇത് നടത്താറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഇതുപോലെ ഊതിക്കെട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു. നബി അത് വിരോധിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിക്കാരനാ മെല്ലെ പ്രാർത്ഥിക്കാന്ന അർത്ഥം. പക്ഷെ ചരടിലോ നൂലിലോ ഊതിയിട്ട് അത് ശരീരത്തിൽ ബന്ധിക്കുന്നത് നബി വിരോധിച്ചു. ഒരിക്കൽ 10 ആളുകൾ നബിയുടെ അടുത്ത് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. ബൈഅത്ത് എന്ന അനുസരണ പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ 9 ആളോടും കയ്യിൽ ബൈഅത്ത് വാങ്ങിയ നബി 10ാമത്തെ ആളോട് കൈവലിച്ചു. എന്താ കൈവലിക്കാൻ കാരണമെന്ന് സഹാബികൾ ചോദിച്ചോ പറഞ്ഞു, ഇന്ന അലൈഹി തമീമത്തൻ, അവന്റെ ശരീരത്തിൽ ഒരു ഏലസുണ്ട്, ഒരു ഐക്കല്ല്, ഒരു ഉറുക്കുണ്ട്. അപ്പൊ അയാൾ തന്നെ ഐക്കല്ല് പൊട്ടിച്ചു വലിച്ചെറിഞ്ഞപ്പോ നബി കയ്യിൽ എന്ത് വാങ്ങി? ബൈഅത്ത് പ്രതിജ്ഞ വാങ്ങി. അതുകൊണ്ട് ഉറുക്ക് കെട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. അവിടെ വെച്ച് നബി പറഞ്ഞെന്താണെന്നോ, മൻ തഅല്ലക തമീമത്തൻ ഫഖദ അശ്റക, ആരെങ്കിലും ഉറുക്ക് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നാണ്. അത് ഖുർആൻ എഴുതി കെട്ടിയാലും ഹദീസ് എഴുതി കെട്ടിയാലും ഒക്കെ ശരി, എഴുതി കെട്ടുന്ന പരിപാടിയില്ല. ഖുർആൻ കൊണ്ട് മന്ത്രിച്ചു കൊടുക്ക. ഖുർആൻ വന്നപ്പോ നമ്മൾ ചെറിയ കുട്ടി കരയാണ്, രാത്രിയിൽ വല്ലാതെ കരച്ചില്. നമ്മൾ കുട്ടിയെ കഴുകി നജസ്സൊക്കെ വൃത്തിയാക്കി നമ്മൾ ഒന്നെടുത്തിട്ട് ആയത്തുൽ കുർസി ഇങ്ങനെ ഊതി കൊടുക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫൽഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇങ്ങനെ ഊതി കൊടുക്കുന്നു. അത് തെറ്റില്ല, അത് അനുവദിച്ചതാ. നമ്മൾ രാത്രി കിടക്കുമ്പോ കൈ ഇങ്ങനെ പിടിച്ചിട്ട് 3 സൂറത്ത് ഓതി ഊതിയിട്ട് 3 സൂറത്ത് ഓതുന്നു. എന്നിട്ട് മുഖം തടവി തല തടവി ശരീരത്തിൽ തടവുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം ഈ 3 സൂറത്ത് ഓതി. ഇതെല്ലാം ഇസ്ലാം അനുവദിച്ച മന്ത്രങ്ങളാണ്. മന്ത്രം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയെ അർത്ഥമുള്ളൂ. പക്ഷെ ചരടിലോ നൂലിലോ മന്ത്രിച്ച് കെട്ടുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് നബി വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വമിൻ ശരി നഫാസാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ മന്ത്രിക്കുന്നവരെയും ഷെറെന്നാണ് രക്ഷ തേടുന്നത്. അവിടെ ദുർമന്ത്രം നടത്തുന്ന പെണ്ണുങ്ങൾ എന്ന് പ്രത്യേക അർത്ഥമില്ല. അതൊക്കെ പിൽക്കാലത്ത് ചില ആളുകൾ ഉണ്ടാക്കിയ ദുർവ്യാഖ്യാനങ്ങളാണ്. എന്റെ പേര് യൂസുഫ്, ഈ നാട്ടുകാരനാണ്, ആദർശ പ്രവർത്തകനാണ്. എനിക്കുള്ള സംശയം യാത്രയിലെ കസറാക്കി നമസ്കരിക്കുന്നതിനെ കുറിച്ചാണ്. യാത്രയിൽ നമ്മൾ എത്ര ദിവസം വരെ കസറാക്കാം എന്നതാണ് ഇവിടെ ഈ ആദർശപരമായ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾക്കാണ് നിങ്ങൾ ഊന്നൽ കൊടുക്കേണ്ടത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞതിന് എല്ലാ സംശയങ്ങളും ഇവിടുന്ന് തീർക്കാൻ കഴിയില്ല. നമ്മൾ മറ്റ് പ്രസ്ഥാനങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണ് ഇവിടെ നിവാരണത്തിൽ കൊണ്ടുവരേണ്ടത്. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം, കസറാക്കി നമസ്കരിക്കുക എന്നത് ഒരാൾ യാത്ര അവസാനിപ്പിച്ച് അയാളുടെ വീട്ടിലെത്തുന്നത് വരെയും അയാൾ കസറാക്കി നമസ്കരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയത്തിന് വേണ്ടി 19 ദിവസം മക്കയിൽ വന്ന് നിന്നു മദീനത്ത് നിന്ന്. ആ 19 ദിവസം കസറാക്കി നമസ്കരിച്ചിട്ടുണ്ട്. നബിക്ക് 20ാമത്തെ ദിവസം നിൽക്കേണ്ടി വരാത്തതുകൊണ്ടാണ്. എത്ര ദിവസവും നിൽക്കുന്നോ അത്രയും നിൽക്കാം. നേരെ മറിച്ചിപ്പോ ഒരാൾ ഇപ്പൊ കടമത്ത് ദ്വീപിന്ന് ഇവിടെ ജോലി ആവശ്യാർത്ഥം വന്ന് ജോലിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തുകാരനായി. നേരെ 1, 2, 3 ദിവസത്തിന് വന്നതാണെങ്കിൽ അയാൾക്കത് ഉപയോഗിക്കാം. ആ അനിശ്ചിതമായി എപ്പോൾ തിരിച്ചു പോകുമെന്ന് ഉറപ്പില്ലാതെ നിൽക്കുകയാണെങ്കിൽ അത്രയും സമയം യാത്രയിലാണ്. അത് അത്രയും സമയം അയാൾക്ക് കസറാക്കാവുന്നതാണ്. ഇവിടെ എഴുതി കിട്ടിയ കുറെ ചോദ്യങ്ങള്. ഖുനൂത്ത് ഒരു പ്രാർത്ഥനയല്ലേ, അതിന് എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം വരെ ഖുനൂത്ത് ഓതിയതായിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ് ഉണ്ടല്ലോ. ഖുനൂത്ത് പ്രാർത്ഥനയാണ്. പക്ഷെ സുബ്ഹിക്ക് മാത്രമായിട്ട് നബി ഖുനൂത്ത് ഓതിയതായിട്ട് ഹദീസിലില്ല. ആപത്തുണ്ടായപ്പോഴാണ് നബി 1 മാസം ഖുനൂത്ത് ഓതിയത്. അത് 5 നേരവും ഓതി. പിന്നെ നബി മരിക്കോളം ഖുനൂത്ത് സുബഹിക്ക് ഓതി എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ 3 മദ്ഹബിലും ഖുനൂത്തില്ല. അബു ഹനീഫിന്റെ മദ്ഹബിലില്ല, അഹമ്മദിന്റെ മദ്ഹബിലില്ല, മാലിക്കിന്റെ മദ്ഹബ്, ഇമാം ഷാഫിയുടെ മദ്ഹബിൽ മാത്രമുള്ളത്. കാരണം ഇവർക്ക് സഹീഹ എന്ന് ബോധ്യപ്പെടാത്തതുകൊണ്ട് അവരെ ഹദീസ് എടുക്കാഞ്ഞത്. എന്നാൽ ഇമാം ഷാഫിക്കും അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ചിലർക്കും അത് സഹീഹാണെന്ന നിലക്ക് അവരത് സുന്നത്താണെന്ന് പറഞ്ഞു. പക്ഷെ ഹദീസ് സഹീഹായാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് ഇമാം ഷാഫി പറഞ്ഞ സ്ഥിതിക്ക് സുബഹിക്ക് മാത്രമുള്ള ഖുനൂത്ത് അദ്ദേഹത്തിന്റെ മദ്ഹബിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ ആപത്തുകൾ ഉണ്ടാകുമ്പോ, മുസ്ലിം സമുദായത്തിന് പൊതുവായ ആപത്തുണ്ടാകുമ്പോ ആ ആപത്തിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി 5 നേരവും ഖുനൂത്ത് ഓതുക, അതിനാണ് നാസിലത്തിന്റെ ഖുനൂത്ത് എന്ന് പറയുക. അതിന് മുജാഹിദുകൾ എതിരല്ല. അതുപോലെ തന്നെ വിത്ർ നമസ്കാരത്തിൽ ചിലപ്പോൾ നബി ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. ഇനി നമ്മുടെ നാട്ടിലെ സുന്നികള്
ഓതുന്ന അല്ലാഹുമ്മഹ്ദിനി ഫീമൻ ഹദൈത്ത് എന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അത് വിത്രിൽ ഓതാൻ വേണ്ടി നബി തന്റെ പേരക്കുട്ടിക്ക് പഠിപ്പിച്ചതാണ്. നിർബന്ധമല്ല, സുന്നത്താണ്. ചിലപ്പോൾ നബി ഓതിയിരുന്നു. കാരണം നബിയുടെ രാത്രി നമസ്കാരം റിവായത്ത് ചെയ്ത എല്ലാ സഹാബികളും ഖുനൂത്ത് റിവായത്ത് ചെയ്തിട്ടില്ല. ഉബയ്യ് റളിയല്ലാഹു അൻഹു മാത്രമാണ് റിവായത്ത് ചെയ്തത്. അതുകൊണ്ട് മുഹദ്ദിസുകൾ പറയുന്നത് ഇടയ്ക്ക് നബി വിത്രിൽ ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. അപ്പൊ ഖുനൂത്ത് പ്രാർത്ഥനയാണ്, പക്ഷെ നബി പഠിപ്പിച്ച സ്ഥലത്ത് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മണി ചെയിൻ ബിസിനസ് ഹറാമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മണി ചെയിൻ ബിസിനസിന്റെ വിശദാംശം എനിക്കറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് നല്ല മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുമല്ലോ, അത് കബറാളിക്ക് ആശ്വാസം നൽകില്ലേ, അതിനെ എതിർക്കണോ? അപ്പൊ നമ്മൾ യുക്തിയോണ്ട് ദീനുണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബറാളിക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ടുണ്ടോ, കബറിന്റെ അടുത്ത് ഓതിയിട്ടുണ്ടോ, മരിച്ചോർത്ത്? അതാ നമ്മൾ നോക്കേണ്ടത്. നമ്മളെ യുക്തിയോണ്ട് ഇങ്ങനെ ദീനുണ്ടാക്കിയാൽ പറ്റുമോ? കബറാളിക്ക് ഖുർആൻ ആശ്വാസം നൽകുന്നു നമ്മൾ നബിയെ പഠിപ്പിക്കുക. എന്തിനാ നബി ഞങ്ങളത് ഓതായിരുന്നതെന്നാ അതിന്റെ അർത്ഥം. ഇങ്ങനെ ആശ്വാസം ലഭിക്കുന്നു നബിക്ക് അറിയില്ലേ? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ നമുക്ക് യുക്തി നോക്കിയിട്ട് നമുക്കൊരു ആചാരം മതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഖുർആൻ പഠിപ്പിച്ചത്. ഖുർആൻ കൊണ്ട് ആർക്കൊക്കെ ആശ്വാസം കിട്ടുമെന്ന് പഠിപ്പിച്ച നബിയാണല്ലോ. എങ്കിൽ ആ നബി വഫാത്തായ ആളുകൾക്ക് വേണ്ടി മയ്യിത്തിന്റെ അടുത്ത് വെച്ചോ ഖബറിന്റെ അടുത്ത് വെച്ചോ ഖുർആൻ ഓതിയിട്ടില്ല. അതുകൊണ്ട് അവിടെ നമുക്ക് യുക്തിവാദം ഉന്നയിക്കാൻ പാടില്ല. മരിച്ചുപോയവർക്ക് ഖളാ ഉള്ള നോമ്പ് അടുത്ത ബന്ധുക്കളോട് നോറ്റുവിട്ടാൻ കൽപ്പിച്ചിരിക്കെ ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ ലഭിക്കില്ലെന്ന് പറയുന്നത് എങ്ങനെ? കണ്ടോ, ഇവിടെ ഖിയാസാക്കാണ്. മരിച്ച ആൾക്ക് ഖളാ ഉള്ള നോമ്പ് എന്ന് പറഞ്ഞാൽ നേർച്ച നോമ്പ് മാത്രമേ നോറ്റുവിട്ടേണ്ടുള്ളൂ. മൻ മാത വഅലൈഹി സിയാമുൻ സാമ അൻഹു വലിയുഹു. ആരെങ്കിലും നോമ്പ് കടമുള്ളതോടെ മരിച്ചാൽ ബന്ധുക്കൾ നോറ്റുവിട്ടണമെന്നത് നേർച്ചയാക്കിയ നോമ്പിനെ പറ്റിയാണ്, അല്ല റമളാൻ നോമ്പിനെ പറ്റിയല്ല. അത് റിപ്പോർട്ട് ചെയ്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് നബി പഠിപ്പിച്ചു. അതുകൊണ്ട് അത് ചെയ്താൽ ബന്ധുക്കൾ പകരം ചെയ്താൽ അതിന്റെ കൂലി കിട്ടും. പക്ഷെ ഇത് ഖുർആൻ ഓതിയിട്ട് നിന്റെ വാപ്പാക്ക് കൊടുക്കണേ എന്ന് ഹദിയ ചെയ്യാൻ നബി പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിയിട്ട് തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയോ ചെയ്തിട്ടില്ല. സഹാബികളാരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് സഹിഹായ ഹദീസിലില്ല. ഹദീസിൽ എന്തുണ്ടോ അത് നമ്മൾ ചെയ്യാം. അല്ലാതെ നമ്മൾ താരതമ്യം ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ദീനുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ദീനുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ കുറെ ആചാരങ്ങൾ പുതിയതുണ്ടാക്കാം. ഇപ്പൊ ചില സ്ഥലങ്ങളിലുണ്ട്, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്ന ദിവസം ഒരു കല്യാണം. എന്നിട്ട് എല്ലാരും വിളിക്കും, എന്റെ മോള് ഹൈലായിട്ടുണ്ട്, എല്ലാരും വരണം എന്നിട്ട്. എന്താ ഭക്ഷണം കൊടുക്കല്ലേ, നല്ലതല്ലേ? അപ്പൊ പുതിയ ആചാരം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസം ഉണ്ടാക്കിയപ്പോ ഇപ്പൊ തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, മയ്യത്ത് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ട് ഉസ്താദിന്റെ ഒരു പ്രസംഗം മരണത്തെക്കുറിച്ച്, മരിച്ചാൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ പുതിയത് ഉണ്ടാക്കുക. എന്നിട്ട് പറഞ്ഞെന്താണ്? നല്ലതല്ലേ, ഒരു വയലല്ലേ? ഇനി കബറിന്റെ അടുത്ത് വെച്ച് വേറെയും വയൽ തുടങ്ങും. മരിച്ച വീട്ടിൽ 2-3 ദിവസം വയൽ വെച്ചാൽ എന്താ? അങ്ങനെ പുതിയത് ഉണ്ടാക്കാൻ നമുക്ക് അനുവാദമില്ല. ഖുർആൻ ഓതി ഹദിയ ചെയ്തതായിട്ട് നബിയിൽ നിന്നോ സഹാബിയിൽ നിന്നോ സഹിഹായി വന്നിട്ടില്ല. പിന്നെ പല ആളുകളും എഴുതി ചോദിച്ചിട്ടുണ്ട്, ശിർക്ക് ചെയ്യുന്ന ബിദ്അത്തുകൾ ചെയ്യുന്ന ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പാടുണ്ടോ? യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ശിർക്ക് ചെയ്യുന്ന ഒരു മുഅ്മിൻ ഉണ്ടാവില്ല, ഉറപ്പാ. സഹാബികളുടെ കാലത്തും ശിർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം ഉണ്ടാവില്ല. പക്ഷെ പല ബിദ്അത്തുകളും, അതായത് നബിയുടെ കാലത്തില്ലാത്ത ചില പുത്തൻ വാദങ്ങളൊക്കെ സഹാബികളുടെ കാലത്തിനുണ്ടായിരുന്ന ഷിയായിസം, അതുപോലെ ഖവാരിജികളുടെ വാദമൊക്കെ, അവരെയൊക്കെ അന്നത്തെ സഹാബികൾ തുറന്നു നിസ്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ആരെയൊക്കെ മുസ്ലിമായി അംഗീകരിക്കുന്നുണ്ടോ അവരൊക്കെ തുറന്നു നിസ്കരിക്കാം. ഒരു ബാങ്ക് കേട്ട ഏത് മുസ്ലിം പള്ളിയിലും കയറി നമുക്ക് നമസ്കരിക്കാവുന്നതാണ്. പിന്നെ അവിടെ സംശയം ഉണ്ടാകുന്നത്, അള്ളാഹു അങ്ങേറ്റം വിരോധിച്ച ശിർക്ക് ആ ഇമാമ് ചെയ്യുന്നു എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട്. അത് ശിർക്കാണെന്ന് അയാൾക്കും അറിയാം. അയാളത് ബോധ്യപ്പെടാനുള്ള അവസരങ്ങൾ അയാൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അയാൾ ശിർക്ക് ചെയ്യുകയാണെങ്കിലോ അങ്ങനത്തെ ഇമാമിനെ തുടരേണ്ട എന്ന് മാത്രം. പക്ഷെ അതുകൊണ്ട് ആ കൂട്ടത്തിലുള്ള എല്ലാവരും തുടരരുത് എന്ന് പറയാൻ പറ്റൂല. തുടരുന്നതിന് മാത്രമായ ഒരു മസലയില്ല. അവരർത്ഥ തിന്നാൻ പറ്റുമോ? അവരെ കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? നമ്മളെ കുട്ടികളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതെല്ലാം യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. മുസ്ലിമായി നമ്മൾ ആരെയൊക്കെ അംഗീകരിക്കുന്നുണ്ടോ അവരെയൊക്കെ തുറന്ന് നിസ്കരിക്കാം, അവരർത്ഥ തിന്നാം, അവർക്ക് നമ്മൾ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാം, അവരുടെ കുട്ടികളെ നമുക്ക് കല്യാണം കഴിക്കുകയും ചെയ്യാം. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം പൊതുവെ മറ്റു മുസ്ലിം സംഘടനകളോടൊക്കെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഏതെങ്കിലും ഒരാള് ഇപ്പോൾ ഒരു സുന്നീന്ന് കിട്ടും മുജാഹിദ് ആകുകയാണെങ്കിൽ പോയി കുളിച്ചു പാടോ എന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലുന്ന നമ്മൾ പറയാറില്ല. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ മുജാഹിദ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പോയി കുളിച്ചു എന്ന് പറയാറില്ല. കാരണം അവരെല്ലാ മുസ്ലിം സംഘടനകളെയും, ഖാദിയാനികളല്ലാത്ത എല്ലാവരെയും, ചേകനൂരികളല്ലാത്ത എല്ലാവരെയും മുസ്ലിങ്ങളായി അംഗീകരിക്കുക എന്നതാണ്
നമ്മൾ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. അതാണ് സഹാബികളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ മറ്റൊരു ചില ആളുകൾ ചോദിക്കലുണ്ട്, അവിടെ പള്ളിയിൽ ഒരു ജാറുണ്ടെങ്കിലോ? ജാറമുള്ള പള്ളിയിൽ നമസ്കരിക്കാൻ പറ്റൂല. ജാറം കെട്ടി ഉയർത്തിയ ജാറുണ്ട് പള്ളിയിൽ എങ്കിൽ അവിടെ ആ പള്ളി നിസ്കരിക്കാൻ പറ്റില്ല. ജാറമില്ലാത്ത ഒരുപാട് പള്ളികളുണ്ട്, അവിടെ നിസ്കരിക്കുന്നതിന് യാതൊരു വിരോധമല്ല. പിന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് കൊണ്ട് എന്താണ് മെച്ചം? ഇതിന് സഹിയായ ഹദീസില്ലെന്നാണ് നമ്മുടെ പള്ളിയിലെ മൊല്ലാക്ക നമ്മളോട് പറഞ്ഞത്. ഇത് ശരിയാണോ? തെളിവോടെ വിവരിക്കുക ഹബീബ്. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതുകൊണ്ട് എന്താണ് മെച്ചം എന്ന് ചോദിച്ചാൽ, പള്ളിയിൽ പോകുന്നതുകൊണ്ട് കൂലി കിട്ടും. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ആണുങ്ങൾക്ക് മാത്രമുള്ളതല്ലല്ലോ, പെണ്ണുങ്ങൾക്ക് കൂടിയുള്ളതാണ് പള്ളി. അത് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്നിട്ടുണ്ട്. നബിയുടെ ഭാര്യമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പള്ളിയിൽ എഴുത്തിക്കാഫിരുന്നിരുന്നു. 150ഓളം ഹദീസുകളിൽ നബിയുടെ ഭാര്യമാരും സഹാബി വനിതകളും ഫർള് നിസ്കാരത്തിന് പോയത്, സുന്നത്ത് നിസ്കരിച്ചത്, പള്ളിയിൽ ഈത്തിക്കാഫിരുന്നത്, ഗ്രഹണസ്കാരത്തിന് പോയത്, അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരത്തിൽ ഈദ്ഗാഹിൽ പങ്കെടുത്തത്, ഇങ്ങനെ പള്ളിയിൽ കിടന്നുറങ്ങിയത്, ഇതെല്ലാം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബിയുടെ കൂടെ നബിന്റെ ഭാര്യമാർ ഈത്തിക്കാഫിരുന്നു. ഈത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ തന്നെ ഇരിക്കല, രാവും പകലും ഒക്കെ പള്ളിയിൽ നിന്ന് പോകാതെ. അവസാനത്തെ 10 നബിയുടെ വഫാത്തിന് ശേഷം നബിന്റെ ഭാര്യമാർ ഈത്തിക്കാഫിരുന്നു. അപ്പൊ 10 ദിവസം എന്ന് പറഞ്ഞാൽ 50 വഖ്ത് ഫർള് നിസ്കാരം ഉണ്ട് അവിടെ. 9 മാസം കണ്ട 45 വഖ്ത്. ഒരു ജുമായുണ്ട് അവിടെ. ആ സമയത്തൊന്നും നബിന്റെ ഭാര്യമാര് പുറത്തു പോയിട്ടില്ല. നബി മരിക്കുന്ന ആ വർഷം ഉണ്ടായ ഗ്രഹണ നിസ്കാരത്തിൽ നബിയുടെ ഭാര്യ ആയിഷ ബീവിയും അസ്മാ ബീവിയും പങ്കെടുത്തത് ഇമാം മുസ്ലിം റിവായത്തിന്റെ ഹദീസിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം നവവി പറഞ്ഞത്, ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു വൽ ഇജ്മാഅ അലാ അന്നൽ മർഅത ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅത ജാസ. ഇബ്നുൽ മുൻദിറും മറ്റു പല പണ്ഡിതന്മാരും ഏകാഭിപ്രായമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? സ്ത്രീകൾ പള്ളിയിൽ വന്ന് ജുമുഅ നമസ്കരിച്ചാൽ അത് അനുവദിക്കപ്പെട്ടതാണ്, ജായിസാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇമാം നവവി പറയാണ്, ഇവിടുത്തെ ഷാഫിയാക്കൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് അദ്ദേഹം, അബൂ സക്കരിയ യഹ്യ ബിൻ ശറഫ് നവവി. അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിൽ പറയാണ്, വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹത്തുൽ മുസ്തഫീല അലാ അന്ന നിസാഅ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദി ഖൽഫ റിജാൽ. റസൂലുള്ളാഹിയുടെ പിന്നിൽ നിന്ന് പുരുഷന്മാരെ പിന്നിൽ നിന്ന് സ്ത്രീകൾ നമസ്കരിച്ചിരുന്നുവെന്ന് ഒരുപാട് സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മുജാഹിദുകൾ സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുവരുന്നത്. പക്ഷേ സ്ത്രീകൾ പള്ളിയിൽ വരൽ നിർബന്ധമല്ല, സുന്നത്താണ്. സുന്നത്തെന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കും, അപ്പൊ ജുമുഅ ഫർളും പിന്നെ ളുഹ്ർ ഫർളും ജുമുഅ സുന്നത്തും ആണെങ്കിൽ അപ്പൊ വെള്ളിയാഴ്ച പെണ്ണുങ്ങൾ ജുമുഅ നിസ്കരിച്ചാൽ പിന്നെ എങ്ങനെ ആ ഫർള് വീടുവോ? എന്നാൽ നമ്മളെ റവാത്തിബ് സുന്നത്ത് പോലത്തെ സുന്നത്തല്ല അത്. 2-1 അവർക്ക് നിർബന്ധമുള്ളൂ. വെള്ളിയാഴ്ച പുരുഷന്മാർക്ക് ജുമുഅയാണ് നിർബന്ധം, ഉദ്റില്ലാത്തവർക്ക്. പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല, അവർക്ക് ഉദ്റില്ലെങ്കിലും ജുമുഅയോ ളുഹ്റോ 2-1 നിർബന്ധമുള്ളൂ. ഏത് തെരഞ്ഞെടുത്തോ അത് നിർബന്ധമാകും. ജുമുഅ തെരഞ്ഞെടുത്താൽ ആ ജുമുഅ മതി അവർക്ക്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാം നവവി അടക്കമുള്ളവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 2-1 അവർക്ക് നിർബന്ധം. ഏത് തെരഞ്ഞെടുത്തോ അത് നിർബന്ധമാകും. ളുഹ്ർ തെരഞ്ഞെടുത്താൽ ളുഹ്ർ നിർബന്ധമായി, ജുമുഅ തെരഞ്ഞെടുത്താൽ ജുമുഅ നിർബന്ധമായി. രണ്ടും തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇവിടെ സുന്നത്താണ് എന്ന് പറയുന്നത്. പിന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ 107-108 സൂക്തങ്ങൾ ഇതിനെതിരല്ലേന്നാ. തൗബ സൂറത്തിൽ എന്താ പറഞ്ഞത്? റിജാലുൻ ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ പുരുഷന്മാരുണ്ട്. പള്ളി പുരുഷന്മാരുണ്ട് പറഞ്ഞാൽ സ്ത്രീകളില്ലാന്ന് കിട്ടുമോ? ഉസ്താദിന്റെ വീട്ടിൽ കുറെ ആണുങ്ങളുണ്ട് പറഞ്ഞാൽ അവിടെ ഒറ്റ പെണ്ണുമില്ലാന്നാ? ആണുങ്ങളുണ്ട് എന്ന് ഉറപ്പായി എന്നല്ലാതെ ആണുങ്ങൾ മാത്രം എന്നതിന് അർത്ഥമല്ല. അത് സൂറത്ത് നൂറിലും പറഞ്ഞിട്ടുണ്ട് റിജാലുൻ. പിന്നെ റജുലു എന്ന വാക്ക് പുരുഷന്മാർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പോലെ വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അത് ഖുർആനിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി, ഒരു റജുലിനും തന്റെ അകത്ത് 2 കൽബ് അല്ല കൊടുത്തിട്ടില്ല. അവിടെ റജുലിന് പുരുഷന്റെ അർത്ഥം പറഞ്ഞാൽ ആണുങ്ങൾക്ക് മാത്രം 2 ഹൃദയമല്ല. അപ്പൊ പെണ്ണുങ്ങൾക്ക് 2 ഹൃദയം ഉണ്ടാണ്, ഇനി ഖുർആനെതിരല്ല എന്ന് വരൂലേ? അവിടെ റജുൽ എന്ന വ്യക്തി എന്ന അർത്ഥം. അപ്പൊ അതുകൊണ്ട് റജുൽ എന്ന വാക്ക് വ്യക്തികൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇനി പുരുഷന്മാർ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചാലും പുരുഷന്മാർ മാത്രം എന്നതിനർത്ഥമില്ല. പിന്നെ ഫഅമ്മ ഇസ്തിമാഉൽ മയ്യിത്തിൽ അംവാതി ലിൽ അസ്വാതി എന്നായിരിക്കും, മിനൽ ഖിറാഅത്തി വനഹവിഹാ ഫഹഖുൻ. ഇതൊന്ന് വിശദീകരിച്ച് എവിടെയുള്ള ആരോ ഒരു അറബിയിൽ എഴുതിയതാ, മയ്യിത്ത് ഒച്ച കേൾക്കും ഖുർആൻ പോലുള്ളത്. അത് സത്യമാണ്. ആര് പറഞ്ഞത്? റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, സഹാബികളും പറഞ്ഞിട്ടില്ല, ആരോ എഴുതി വെച്ചതാണ്. അത് ഇന്ന് തെളിവുമല്ല. പിന്നെ മയ്യിത്ത് ഒന്നും കേൾക്കൂല നമ്മൾ പറയില്ല, മലക്കുകളെ ചോദ്യം കേൾക്കണില്ലേ?
മലക്കുകളെ ചോദ്യം കേൾക്കും, പക്ഷെ പുറത്തുനിന്ന് നമ്മൾ വിളിച്ചാൽ കേൾക്കുവോ? അതവിടെ ചർച്ചാ വിഷയം. അത് കേൾക്കുന്ന യാതൊരു തെളിവില്ല. ഇപ്പൊ മയ്യത്ത് മറമാടി തിരിച്ചു വരുന്ന ആളുകളെ കാലടി ശബ്ദം മയ്യത്ത് കേൾക്കുന്നുണ്ട്, അത് കേൾക്കും. അതുപോലെ തന്നെ ഖബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകർ നക്കീറിന്റെ ചോദ്യം കേൾക്കുവോ? അത് കേൾക്കും. അതേ സമയത്ത് പുറത്തുനിന്നുള്ള ഒരാൾ അങ്ങോട്ട് വിളിച്ചാൽ കേൾക്കുവോ? കേൾക്കുമെന്നതിന് ഒരു തെളിവുമില്ല. വെള്ളിയാഴ്ച രണ്ടാമത്തെ ബാങ്ക് ബിദ്അത്താണോ? അത് സുന്നത്തല്ല. സുന്നത്താണ് എന്ന വിചാരത്തിൽ അത് നമ്മൾ ആചരിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ സിദ്ദീഖിന്റെ ഒക്കെ കാലത്ത് ഒരു ബാങ്ക് തന്നെ വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ളൂ, ഇമാമ് മിമ്പറിൽ കയറുമ്പോ കൊടുക്കുന്ന ബാങ്ക്. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം വന്നപ്പോ, ഉമർ ഖത്താബിന്റെ കാലം കഴിഞ്ഞ് ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലം വന്നപ്പോ ആളുകൾ വർദ്ധിച്ചു. അന്നത്തെ പോലെ മൈക്കൊന്നുമില്ല, വാച്ചോ സമയം അറിയാനുള്ള സംവിധാനങ്ങളോ അലാറമോ സൈറണോ ഒന്നുമില്ല. അപ്പോ അങ്ങാടിയിലുള്ള ഒരു ചന്തപ്പുര, അവിടുത്തെ ഒരു കച്ചവട സ്ഥലത്ത് ആളുകൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലത്ത് സൗറാ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടൊരു വിളി, ദാ നിസ്കരിക്കാൻ സമയമായോ എന്ന് പറഞ്ഞിട്ട്. അത് ബാങ്കല്ല എന്നാണ് ഇമാം അത്താറുള്ള എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആളുകൾ എല്ലാവരും പള്ളിയിലേക്ക് വരും. എന്നിട്ട് സാധാരണത്തെ പോലെ പള്ളിയിൽ വെച്ച് ഒരു ബാങ്ക് നിർവഹിക്കും. പള്ളിയിൽ വെച്ച് രണ്ട് ബാങ്ക് കൊടുത്തിട്ടില്ല. അത് ഹിശാം ബിൻ അബ്ദുൽ മലിക്കിയത്ത ഉമവി ഖലീഫയാണ് സൗറാ എന്ന ചന്തപ്പരയിലുള്ള ആദ്യത്തെ ബാങ്കിനെ പള്ളിയിലേക്ക് കൊണ്ടുവന്നത്. സഹാബികൾ ഖലീഫമാർ നടപ്പിലാക്കിയ കാലത്ത് പള്ളിയിൽ വെച്ച് രണ്ട് ബാങ്ക് വിളിച്ചിട്ടേ ഇല്ല. ഇപ്പോ നമ്മളെ നാട്ടില് മൈക്ക പാടില്ല എന്ന് പറഞ്ഞു, സമയം നോക്കണ വാച്ചും പാടില്ല എന്ന് പറഞ്ഞു. സമയം അറിയാൻ വേറെ പണ്ടത്തെ പോലെ നേരിൽ മാത്രം നോക്കി തൊള്ളവാങ്ക് മാത്രം കൊടുക്കുന്ന സ്ഥിതി വന്നു. അങ്ങാടിയിൽ വേറെ പള്ളിയില്ല എങ്കിൽ നമുക്കും ചെയ്യാം. അങ്ങാടി പോയിട്ട് അവിടുത്തെ ഉയർന്ന കെട്ടിടത്തിന്റെ മുടാ നിസ്കരിക്കാൻ സമയമായോ എന്നൊന്ന് വിളിച്ചറിയാം. എന്നിട്ട് എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കാം. ഇന്ന് അതിന്റെ ആവശ്യമല്ല, ഒരനാവശ്യമായ കാര്യമാണത്. വെറുതെ ഒരു ബാങ്ക് പള്ളിയിൽ വെച്ച് രണ്ട് ബാങ്ക് കൊടുക്കല്. അത് കേട്ടാലേ ആളുകൾ വരുള്ളൂ. അത് വരുള്ളൂ എന്ന് തലയാഴ്ച പറഞ്ഞാൽ മതി. ഇനി ആരും ഒന്നാം ബാങ്കിന് കാത്തിക്കണ്ട, ഒറ്റ ബാങ്ക് ഉണ്ടാവുള്ളൂ, നേരത്തെ പോന്നോളി, എല്ലാവരും കയ്യുമ്പോഴും വാച്ചില്ലേ എന്ന് ചോദിച്ചാൽ നിർത്താം, ഒരു പ്രയാസമല്ല. പള്ളി ദർസിൽ ഓതുന്ന യാനത്തു താലിബീനിൽ പോലും പറഞ്ഞിട്ടുണ്ട് എന്ത്, ഫലം യുസരി അഹദും ബി സുന്നിയത്തിഹി, ഇത് സുന്നത്താണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഫുഖഹാക്കളുടെ വാക്കിൽ നിന്ന് ഏറിക്കവിഞ്ഞാൽ കിട്ടുന്നത് അത് ജായിസ് എന്ന് മാത്രമാണ് തുടർന്ന് പറയുന്നത്. എന്നാൽ അനുവദനീയം മാത്രമാണ്, സുന്നത്ത് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ സുന്നത്തല്ല അത്. അതുകൊണ്ടാണ് ചില ആളുകൾ അതിനെക്കുറിച്ച് ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ജായിസായ ഒരു കാര്യം നമ്മൾ ചെയ്യാത്തതിന്റെ പേരിൽ നമ്മൾ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ബാങ്ക് വെട്ടിച്ചുരുക്കിയില്ലേ, അപ്പൊ അബൂബക്കർ സിദ്ദീഖും ഉമർ ഫാറൂഖും നബിയോ ഓലൊന്നും വെട്ടിച്ചിരിക്കില്ലേ? കണ്ടോ, ഖുലഫാഉർ റാഷിദീങ്ങളെ സുന്നത്തെടുക്കണം എന്നല്ലേ പറഞ്ഞ് നിങ്ങൾ ഖുലഫാഉർ റാഷിദീങ്ങളെ രണ്ട് ബാങ്ക് ഒഴിവാക്കിയില്ലേ? അപ്പൊ അബൂബക്കറും ഉമറും ഒന്നും ഖുലഫാഉർ റാഷിദിൽ പെട്ടല്ലേ? അവര് ഒരു ബാങ്കല്ലേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ആദ്യത്തെ രണ്ടാളെയും പിടിച്ചു, നിങ്ങൾ പിന്നത്തെ രണ്ടാളെയും പിടിച്ചു എന്ന് കൂട്ടിക്കോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ ചില തർക്കത്തിന് വേണ്ടി പറയുന്നതാണ്, കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതല്ല. വെള്ളിയാഴ്ച ദിവസം ഒരു ബാങ്കാണ് റസൂലിന്റെ കാലത്ത് കൊടുത്തിരുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അല്ലുമ്മ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഷാഫികൾക്കോ, ഷാഫിക്ക് ഇഷ്ടമല്ലോ എന്ന് ഓൽക്ക് വേണ്ട. എന്നിട്ട് പറയല ഞങ്ങൾ ഷാഫികളാണെന്ന് പറയിച്ചു. ഇതെന്ത് ഷാഫി? അത് ഇമാം ഷാഫിക്ക് പറയാൻ എനിക്ക് ഇഷ്ടമുള്ള ഒറ്റ ബാങ്കാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഫാറൂഖിന്റെ ഒക്കെ കാലത്തുള്ള ഉസ്മാൻ അഫ്ഫാന്റെ അലിയുടെ ഒക്കെ കാലത്ത് പള്ളിയിൽ ഒരു ബാങ്കുള്ളൂ. ആ ഒരു ബാങ്കാണ് മുജാഹിദികൾ നിർവഹിച്ചു പോരുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫതാവ എന്ന് പറഞ്ഞു, ഇബ്നു തൈമിയ്യയുടെ ഫതാവയാണ് അറിഞ്ഞൂടാ. വഖദ് സഹ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു അമറ ബിസ്സദഖതി അലൽ മയ്യിത്തി വഅമറ അൻ യുസാമ അൻഹു സൗം ഫസദഖതു അനിൽ മൗതാ മിനൽ അഅമാലി സ്വാലിഹ. ഇതിന്റെ അർത്ഥം, മയ്യത്തിന് വേണ്ടി സദഖ ചെയ്യുന്നതും മയ്യത്തിന് വേണ്ടി നോമ്പ് നോൽക്കുന്നതും സഹിയായ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് നല്ല കാര്യത്തിൽപ്പെട്ടതാണ്. മയ്യത്തിന് വേണ്ടി സദഖ ചെയ്യാന്ന് പറഞ്ഞാല്, നബിയോട് ചില ആളുകൾ ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മ മരിക്കാൻ നേരത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല, അപ്പോ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ധർമ്മം ചെയ്യാൻ പറയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ധർമ്മം കൊടുത്തോട്ടെ? ഓ, കൊടുത്തോളൂ. നബിയെ, എന്റെ വാപ്പ മരിച്ചപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അപ്പൊ മരിച്ച സമയത്ത് എന്തെങ്കിലും ഒസിയത്തിയിരുന്നോ എന്ന് എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപ്പാക്ക് വേണ്ടി ധർമ്മം ചെയ്തോട്ടെ? കൊടുത്തോളൂ. ഇങ്ങനെ ചില സംഭവങ്ങള് മരിച്ച ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ധർമ്മം ചെയ്യാൻ മക്കളെ അനുവദിച്ച ചില ഹദീസുകളുണ്ട്.
അതിന്റെ അടിസ്ഥാനത്തിൽ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി അവരെ സ്വത്തിൽ നിന്നോ അല്ലെങ്കിൽ മക്കളെ സ്വത്തുനിന്നോ മക്കൾക്ക് ധർമ്മം ചെയ്യാവുന്നതാണ്. പക്ഷെ സമയമോ ദിവസമോ നിശ്ചയിച്ചുകൊണ്ട് പാടില്ല. പ്രത്യേകിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ, അത് സഹാബികൾ വെറുത്തത് നമ്മളോട് പറഞ്ഞു. അപ്പൊ ഒരു വാപ്പ മരിച്ചു, വാപ്പാക്ക് വേണ്ടി ഒരു ഏക്കർ സ്ഥലം അല്ലെ 5 സെന്റ് സ്ഥലം പള്ളിക്ക് ഒരാൾ കൊടുത്തു, എന്റെ വാപ്പാക്കും വേണ്ടി, അല്ലെങ്കിൽ ഒരാൾ ഉപ്പാക്ക് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെയുള്ള ധർമ്മങ്ങൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി മക്കൾക്ക് ചെയ്യാം, വേറെ ആർക്കു വേണ്ടിയും ചെയ്തതായിട്ട് സഹിഹായ ഹദീസിൽ വന്നിട്ടില്ല. പിന്നെ നോമ്പ് നോൽക്കുന്നത് ഞാൻ പറഞ്ഞു നേർച്ച നോമ്പാണ്, അത് ബന്ധുക്കൾക്ക് നോറ്റുവിട്ടാവുന്നതാണ്. പിന്നെ ഇമാം നവവി പറയുന്നു, ഇന്ന സദഖത തസിലു ഇലൽ മയ്യിത്തി വയന്തഫിഉ ബിഹാ ബിലാ ഖിലാഫിൻ ബൈനൽ മുസ്ലിമീന വഹാദാ ഹുവസ്സവാബ്. മയ്യിത്തിന് സദഖ എത്തും. മയ്യിത്തിനെത്തണ ഉപ്പാക്കും ഉമ്മാക്കും എത്തണ മാത്രമേ സഹിയായ ഹദീസിൽ വന്നിട്ടുള്ളൂ. ഉപ്പയോടും ഉമ്മയോടും മറ്റുള്ളവരെ ഖിയാസ് ആക്കാണ് ഇമാം നവവി ചെയ്തിട്ടുള്ളതെങ്കിൽ അത് തെറ്റാണ്, അത് പ്രാമാണികമായി തെളിയിക്കാൻ കഴിയുന്നതല്ല. പിന്നെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് മൗലീദിന് തെളിവായി ഇവർ ഉദ്ധരിക്കലുണ്ടല്ലോ, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും അവന്റെ കനിവ് കൊണ്ടുമാണ്, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ഇവിടെ കാരുണ്യം എന്ന് പറഞ്ഞാൽ റസൂലല്ലേ, അപ്പൊ റസൂല് റഹ്മത്തല്ലേ, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എന്നല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നെ നബി റബീഉൽ അവ്വൽ അങ്ങ് ആഘോഷിച്ച് കാണിച്ചെന്നാ പോരെ? അപ്പൊ അതില്ല. ഇവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനാണ്, ഇസ്ലാമാണ്. തൊട്ടു മുമ്പത്തെ ആയത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ആയത്തിന്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇത്. പിന്നെ മിനിക്കോയിലുള്ള ഒരാള് വിശദമായി എഴുതിയിട്ടുണ്ട്, മിനിക്കോയിൽ പല സുന്നത്ത് നിസ്കാരങ്ങളും ജമാഅത്തായി നിസ്കരിക്കുന്നത് കാണാൻ കഴിയുന്നു. റമദാനിലെ തറാവി നിസ്കാരം സുന്നത്ത് നിസ്കാരമാണ്, ഇത് എല്ലാ സ്ഥലത്തും ജമാഅത്തായി നിസ്കരിക്കുന്നു. ഇതിന് പുറമെ തഹജ്ജുദ്, തസ്ബീഹ് തുടങ്ങി രാവിലെ 8 മണിക്ക് ഒരു സുന്നത്ത് നിസ്കാരം തുടങ്ങി പല സുന്നത്ത് നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരു ആചാരം മിനിക്കോയിൽ കാണുന്നുണ്ട്. ഇത് ബിദ്അത്താണോ, അതോ ഇങ്ങനെ ജമാഅത്തിൽ ഇങ്ങനെയുള്ള നമസ്കാരങ്ങൾ അനുവദനീയമാണോ എന്നാണ് എന്റെ സംശയം. ഡോക്ടർ എ മുഹമ്മദ് എഴുതിയിരിക്കുന്നു. യഥാർത്ഥത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫർളുകൾക്ക് പുറമെയുള്ള നിസ്കാരം ജമാഅത്തായി കാണിച്ചു എന്നതാണ് രാത്രി നിസ്കാരം. അത് 3 ദിവസം നബി നിസ്കരിച്ചു. നബിയും സഹാബത്തും അങ്ങനെ നിർവഹിച്ചാൽ അത് ഫർലാക്കപ്പെടുമെന്ന ഭയത്താൽ നബി അത് നിർത്തി. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തെ സഹാബികൾ അത് പുനഃസംഘടിപ്പിച്ചു. അതുകൊണ്ട് ആ നമസ്കാരം അങ്ങനെ നിസ്കരിക്കുന്നത് അനുവദിക്കപ്പെട്ടതാണ്. പിന്നെ ഈ റവാത്തിബ് സുന്നത്തുകൾ അല്ലാത്ത ചില സുന്നത്തുകൾ ഉണ്ട്. ഇപ്പൊ തസ്ബീഹ് നിസ്കാരം ഇവിടെ പറഞ്ഞു, കുറെ സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടുള്ള നിസ്കാരമുണ്ട്. ആ ഹദീസ് വിമർശന വിധേയമാണ്. ഹദീസ് സഹിയാണെന്നും സഹി അല്ലെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത സുന്നത്ത് നിസ്കാരം നമുക്ക് നിർവഹിക്കാം. ഇപ്പൊ രാവിലെ 8 മണിക്ക് നിസ്കരിക്കാൻ എന്താ അറിയോ, അത് ളുഹാ നമസ്കാരമാണ്, അത് സുന്നത്താണ്. സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്ന ശേഷം 2 റക്അത്ത് മുതൽ 8 റക്അത്ത് വരെ നിസ്കരിക്കാം. അത് ളുഹാ നിസ്കാരാണ്. അത് ജമാഅത്തായിട്ടല്ല, ഓരോരുത്തർക്ക് ഒറ്റക്കൊറ്റക്ക് ളുഹാ നിസ്കരിക്കാവുന്നതാണ്, അത് അനുവദിക്കപ്പെട്ടതാണ്. അതുപോലെ മഗ്രിബ് ബാങ്ക് വിളിച്ച ഉടനെ ജമാഅത്ത് തുടങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാം. റിയാദുസ് സാലിഹിൻ വരെ സഹാബികളൊക്കെ അങ്ങനെ നിസ്കരിച്ച ഹദീസുണ്ട്. ഇപ്പൊ നമ്മൾ ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെ ഇഖാമത്തും കൊടുത്ത് അപ്പൊ തന്നെ ഫർദ് നിസ്കരിക്കാണ്. മഗ്രിബിന് അല്പം വിശാലമായ സമയമില്ല എന്നത് ശരിയാണ്. പക്ഷേ മഗ്രിബ് നമസ്കാരത്തിൽ ബാങ്ക് കൊടുത്താൽ ഒരു 2 റക്അത്ത് സുന്നത്ത് നബിയുടെ കാലത്ത് സഹാബികൾ നിസ്കരിച്ചിരുന്നു, അതിന് സമയം കൊടുത്തിരുന്നു, അത് സമയം കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ ളുഹാ നമസ്കാരം അനുവദിക്കപ്പെട്ടതാണ്. അതുപോലെ രാത്രിയിൽ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കാരം ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുമ്പോൾ അതിന് തഹജ്ജുദ് എന്ന് പറയുന്നു. അത് റമദാനിൽ മാത്രമല്ല അല്ലാത്ത കാലത്തുണ്ട്. 1 റക്അത്തോ 3 റക്അത്തോ 5 റക്അത്തോ 7 റക്അത്തോ, കൂടിയാൽ 11, കുറഞ്ഞാൽ 1, അത് എല്ലാ കാലത്തും മുസ്ലിമീങ്ങൾ നിർവഹിക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച് സംശയിക്കേണ്ടതില്ല. പിന്നെ കാന്തപുരം വിഭാഗത്തിന്റെ JSS എന്ന പേരിൽ അറിയപ്പെടുന്നവർ ഇറക്കാറുള്ള കലണ്ടറിൽ നഴ്സ് ദിനങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. റമദാനിലും ദുൽഖഅദ്, ദുൽഹജ്ജ് തുടങ്ങിയ മാസങ്ങളിലും നഴ്സ് ദിനങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് നഴ്സ്, ഒന്ന് വിശദീകരിക്കാമോ? സുഹൃത്തുക്കളെ, ഏതെങ്കിലും ദിവസത്തിന് നഴ്സ് ഉള്ളതായിട്ട് അള്ളാന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ നഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് കുറെ ബെയ്ത്തൊക്കെ ഉണ്ട്. 3 5 സുമ്മ 17 10 3 21 നഴ്സ് നിഖ്സിദി, പിന്നെ മിൻകുല്ലി ഷഹ്രിൻ ഒടുബുദൻ ബഹുൻ 5 എന്നൊക്കെ പറഞ്ഞ് നഴ്സിന്റെ ബെയ്ത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. 3 5 17 23 25 പിന്നെ ഒടൂല ബുധനാഴ്ച. ഇങ്ങനെ ഇത് തെറ്റാണ് യഥാർത്ഥത്തിൽ. ഇതെല്ലാം പിൽക്കാലത്തുണ്ടായതാണ്. ഒരു ദിവസത്തിന് നഴ്സ് എന്ന് പറഞ്ഞാൽ അവലക്ഷണം എന്നർത്ഥം, ലക്ഷണക്കേട്. അപ്പൊ ചില ദിവസം ലക്ഷണം കെട്ട ദിവസമാണ്. അത് നബി പറഞ്ഞിട്ടുണ്ടോ? എങ്കിലേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ നബി പറഞ്ഞതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ കലണ്ടറിൽ നഹ്സുകൾ അടയാളപ്പെടുത്തുന്നത് ഒരു അന്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ മുഹറം ആദ്യത്തെ 10 ദിവസം നഹ്സാന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴും ഉണ്ട് അല്ലെ. കച്ചവടം തുടങ്ങൂല, കല്യാണം നടത്തൂല, വരേക്കുടൽ നടത്തൂല,
ഇതാരുണ്ടാക്കിയതാ? മുഹറം പവിത്രമാക്കപ്പെട്ട ദിവസമാണ്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം പവിത്ര മാസങ്ങളാണ്. റമദാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം, അന്നും കൂടി വയസ്സുണ്ട്. ഇതെല്ലാം അന്ധവിശ്വാസങ്ങളാണ്, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. പിന്നെ കേരളത്തിലെ കാന്തപുരം സുന്നികളെ കേന്ദ്രങ്ങളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി പുണ്യകരമെന്ന് കരുതി പ്രദർശനം നടത്തുന്നു. ഇതിന് വല്ല പുണ്യവും ഉണ്ടോ? സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണ് എന്ന് ഉറപ്പുള്ള ഒരൊറ്റ മുടിയും ലോകത്തെവിടെയില്ല. മനസ്സിലായില്ലേ? നബിയുടെ മുടിയാണ് എന്ന് നബിന്റെ എന്തെങ്കിലും കിട്ടിയാൽ നമുക്കുണ്ടല്ലോ കാണണം എന്നൊരാഗ്രഹം, അല്ലേ? പക്ഷെ അങ്ങനത്തെ ഒന്നും അവശേഷിക്കുന്നില്ല ലോകത്തെവിടെയും. ഇതെല്ലാം ചില തട്ടിപ്പുകളാണ്. കാന്തപുരത്തിന്റെ മർക്കസിലുണ്ട് എന്ന് പറഞ്ഞത് ഫാറൂഖ് അബ്ദുള്ള കാശ്മീരിന്ന് കൊണ്ടുവന്നാത്രേ. കൊണ്ടുവന്ന റാവിയും നന്നു, കൊണ്ടുവന്ന സ്ഥലവും നന്നു, അല്ലേ? നബിയുടെ ഒരു ഹദീസ് കിട്ടിയാൽ നമ്മള് എവിടുന്ന് അങ്ങ് കിട്ടിയത്? ഇന്ന കിതാബിലുണ്ട്. ആ കിതാബിന് സനതുണ്ടോ നബി വരെ എത്തുന്നേ? എന്നാലേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അല്ല, ഇന്നത്തെ കാലത്ത് ഒരാൾ നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കും, നമ്മള് സ്വീകരിക്കൂല. അതുപോലെ തന്നെ നബിയുടെ എന്തെങ്കിലും അവശിഷ്ടം ഉണ്ട് എന്ന് പറഞ്ഞാൽ നബി മുതൽക്ക് ഇയാൾ വരെയുള്ള പരമ്പര സഹിയായി തെളിയിക്കപ്പെട്ടാലേ അത് നബിന്റേതാണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. നബിയുടേതാണെന്ന് ഉറപ്പിക്കുന്ന ഒരവശിഷ്ടവും തീർത്ത് പറയാവുന്നത് എവിടെയും ഇല്ലെന്ന് അൽ ആസാറുൻ നബവിയ്യ, നബിയുടെ അവശിഷ്ടങ്ങൾ എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തിയ ആളുകൾ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചില തട്ടിപ്പുകളാണ്. എന്താണ്? നബിന്റെ മുടി അങ്ങനെ ബർക്കത്തുണ്ടെങ്കിൽ അപ്പൊ നബിന്റെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരെ മുടിക്കൂ ഇല്ലേ ബർക്കത്ത്, അവിടെ ഞങ്ങളെ മുടിയൊക്കെ നിങ്ങൾ എടുത്തോളി എന്ന് പറയാൻ വേണ്ടിയാണ് മുസ്ലിയാക്കന്മാർ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത്. അത് നിങ്ങൾ അവിടെ വിളമ്പിയാൽ മതി. മുജാഹിദുകൾ ഉള്ളിടത്ത് നടക്കൂല. മുജാഹിദുകൾ അതിന്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തും. പിന്നെ ഞാനിപ്പോൾ സത്യവിശ്വാസിയാണ്, എന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നില്ല, ഞങ്ങളുടെ സമൂഹവും സത്യവിശ്വാസികളെ ആയിരുന്നില്ല എങ്കിൽ ഞാൻ എന്തു ചെയ്യും? അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ സത്യം അറിയാത്തവരായിരുന്നു എന്ന നിലക്ക്. പക്ഷേ മുഅ്മിനായിട്ട് തെറ്റ് ചെയ്തവരാണെങ്കിലാ പറഞ്ഞു. മുശ്രിക്കാണെങ്കിൽ, മുശ്രിക്കായിട്ട് അവർ മരിച്ചത്, ബഹുദൈവവിശ്വാസിയാണ് മരിച്ചെങ്കിൽ അവർക്ക് പരലോകമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരോട് പോയിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരെ ദഅവത്ത് നടത്തുകയും ചെയ്യണം. അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാപിതാക്കൾ എന്ന നിലക്കുള്ള കടമകളൊക്കെ, മാനുഷിക കടമകളൊക്കെ അവരോട് നിർവഹിക്കുകയും വേണം. അഗത്തി ദ്വീപിൽ ഞങ്ങളുടെ ചെറിയ പ്രായത്തിൽ സുന്നി സ്ത്രീകൾ തന്നെ പള്ളിയിൽ പോയിരുന്നു. ഇപ്പോൾ പോകുന്നതാണ് ശിർക്ക് എന്നാ പറഞ്ഞ, തെറ്റെന്നായിരിക്കും ഉദ്ദേശിച്ചത്, ഹറാം എന്ന് പറയുന്നത്. ഏകദേശം 1978-79 സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു. ഇത് SSF വന്നതിന് ശേഷമാണ് മുടക്കിയത്. അത് അഗത്തിക്കാരോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. റസൂലുള്ളാഹിന്റെ കാലം മുതൽക്കുള്ളതാണ്. അഗത്തിയിൽ ഒരുപാട് കാലം ഉണ്ടായി, ഇപ്പോൾ നിർത്തിയത് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കണം. ഇനി ബാക്കി കുറെ ചോദ്യങ്ങൾക്ക് അനസ് മൗലവി മറുപടി അറിയുന്നത്. ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. മൈക്കില് പുറത്തുനിന്നുള്ള ഒരാൾക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. സഫിയാസ്ലാമിയോട് നേരത്തെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമസ്കാര ശേഷം കൈ മുഖത്ത് തടവുന്നത് ശരിയാണെന്ന് ചോദിച്ചപ്പോൾ തെറ്റെന്ന് പറഞ്ഞു. പിന്നീട് ജീവിതത്തിൽ സഫിയാസ്ലാമി മറുപടി കൊടുക്കുകയുണ്ടായിരുന്നു, വെള്ളം കിടക്കുന്ന സമയത്ത് കയ്യില് കുളവാഹി അതുള്ള ഒരു ഉപ്പിൽ കലർക്കുള്ള ഒരു പൊട്ടിനാസോടി തടവണം, ശരീരം മുഴുവൻ തടവണം എന്ന് പറഞ്ഞു. ഇത് മനസ്സിലായി? അത് ഹദീസിലുള്ളതാ, മറ്റേ ഹദീസിൽ ഇല്ലാത്തതാ. രാത്രി കിടക്കുമ്പോ കയ്യിൽ ഓതിയിട്ട് തടവാൻ നബി പറഞ്ഞത് സഹിയായ ഹദീസിലുണ്ട്. എന്നാൽ പ്രാർത്ഥിച്ചിട്ട് കൈ മുഖത്ത് തടയത് സഹിയായ ഹദീസിലില്ല. ശരീരം മുഴുവനാ തടവാൻ പറഞ്ഞ, മുഖം മാത്രമല്ല, മുഖം തടവി, തല തടവി, പിന്നെ ഇങ്ങനെ കൈ കൊണ്ട് ഇവിടത്തൊക്കെ തടവി, ഇടതുകൊണ്ട് വലുതൈ തടവി, കൈ എത്തുന്നിടത്തൊക്കെ തടവുക. അങ്ങനെ 3 തവണ തടവണം. അത് പ്രാർത്ഥനയിൽ തടവുന്നതിന് തെളിവാക്കാൻ പറ്റൂല. പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ ആ കൈകൾ കൊണ്ട് മുഖം തടവണം എന്ന് പറയുന്ന ഹദീസ് ദഈഫാണ്, ദുർബലമാണ്. സഹിയായ ഹദീസില്ല. ഇത് സഹിയായ ഹദീസിലുള്ളതാണ്. ഉള്ളതുപോലെ പറയാ. നമ്മളെ വക കൂട്ടാനും കുറക്കാനും നമുക്ക് അവകാശമല്ല. ഒന്ന് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടെ എന്ന് താരതമ്യം ചെയ്യാനും നമുക്ക് അവകാശമല്ല. സുന്നി സഹോദരന്മാർക്ക്
ഖദീജ ബീവിയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്ടുനേർച്ച നടത്തിയെന്ന് സുന്നി പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് നമ്മൾക്കും ഔലിയാക്കളുടെ പേരിൽ ആണ്ടുനേർച്ച നടത്തിക്കൂടെ? അതിന്റെ വിജയം ശുദ്ധ നുണയാണ് അവർ പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ ആണ്ടും കൊണ്ടാടിയിട്ടില്ല, ജന്മദിനവും കൊണ്ടാടിയിട്ടില്ല. ചിലപ്പോ പറയും ജന്മദിനം കൊണ്ടാടി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ചിരുന്ന കാലത്ത് ആടിനറുക്കുമ്പോ അവരെ കൂട്ടുകാരികൾക്ക് കൊടുക്കും. ഖദീജ ബീവി വഫാത്തായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനറുക്കുമ്പോ ഖദീജ തന്റെ ഭാര്യയുടെ സുഹൃത്തുക്കൾക്ക് അവർ കൊടുത്തയച്ചിരുന്നത് പോലെ കൊടുത്തയക്കും. അത് ജന്മദിനം നോക്കിയല്ല, ചരമദിനം നോക്കിയല്ല. അപ്പൊ നമ്മളെ ഉപ്പ ഒരാൾക്ക് പെരുന്നാളിന് വല്ല ധർമ്മവും കൊടുക്കലുണ്ടായെങ്കിൽ ഉപ്പ മരിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? ഉപ്പ നിലനിർത്തിയൊരു കാര്യമല്ലേ, നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഉപ്പാനെ സ്നേഹിച്ചുകൊണ്ട് ഉപ്പ കൊടുത്തിരുന്ന ധർമ്മം നിലനിർത്തും. ഈ ഹദീസ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് നബി ആടിനറുക്കുമ്പോൾ കൊടുത്തിരുന്നു എന്ന ഹദീസ് ഇമാം നവവി ഉദ്ധരിച്ചത് ബാബു ഫളിലി ബിർരി അസ്തിഖായിൽ അബി വൽ ഉമ്മി വൽ അഖാരിബി വസായിരി മൻ യുൻതബു ഇക്റാമുഹു. ഉപ്പയുടെയും ഉമ്മയുടെയും അടുത്ത കുടുംബങ്ങളുടെയും കൂട്ടുകാർക്ക് ഗുണം ചെയ്യുന്നതും പുണ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന അധ്യായം എന്നാണ്. അപ്പൊ ഒരാൾ മരിച്ചു പോയാൽ, ഇപ്പൊ നമ്മൾ ഉപ്പ മരിച്ച ഉപ്പാന്റെ സുഹൃത്തുക്കളോട് ആ ബന്ധം നമ്മൾ നിലനിർത്തുമല്ലോ, ഉമ്മ മരിച്ചുപോയ ഉമ്മാന്റെ കൂട്ടുകാരോട് ആ ബന്ധം നിലനിർത്തുമല്ലോ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നി ഖദീജ ബീവി മരിച്ചതിന് ശേഷം ആടിനറുക്കുമ്പോൾ ഖദീജ ബീവി ജീവിച്ചിരുന്ന കാലത്ത് കൊടുത്തിരുന്ന അവരുടെ സുഹൃത്തുക്കളും കൊടുത്തിരുന്നേ ഉള്ളൂ. അത് ജന്മദിനമോ ചരമദിനമോ നോക്കി ആയിരുന്നില്ല. ആണ്ടിനോ അടിയന്തരത്തിനോ അതിൽ തെളിവില്ല. ഹദീസ് ഉദ്ധരിച്ച മുഹദ്ദിസുകൾ ആരും അത് പറഞ്ഞിട്ടില്ല. പിൽക്കാലത്ത് ഓരോരുത്തരും ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എന്നാ ഖദീജ ബീവിന്റെ ജന്മദിനം ഒന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയും അവർക്ക് പറയാൻ കഴിയോ? കഴിയില്ല. ഹബീബ് തലശ്ശേരി, എന്റെ ചോദ്യം, സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ച് മറക്കണമെന്നാണ് ഇസ്ലാമിക വിധി. എന്നാൽ മൂടുപടം മറച്ച് നടക്കുന്നത് ഇസ്ലാമിക വിധിയാണോ? അപ്പോൾ ഒരാൾക്ക് സ്വന്തം ഭാര്യയല്ലാത്ത സ്ത്രീകളെയും ഈ രീതിയിൽ മൂടുപടം അണിഞ്ഞ് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അത് അവർക്ക് ആർക്കും മനസ്സിലാവുകയില്ല. പല ദുരുപയോഗങ്ങളും ഇതിൽ നടത്താൻ പറ്റുമെന്നുള്ളതാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബി വനിതകൾ മുഖം മറച്ചതായിട്ട് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. അവർക്കാർക്കും ഇങ്ങനെ ഇഷ്കാലുണ്ടായിട്ടില്ല അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഭാര്യനെ അറിയണമെന്നില്ല, ഭാര്യക്ക് നിങ്ങൾ അറിഞ്ഞാലും മതി, നിങ്ങളെ കൂടെ പോന്നോളും, വേറെ പെണ്ണുങ്ങൾ നിങ്ങളുടെ പോരില്ല. പിന്നെ മുഖം മറക്കാത്ത പെണ്ണുങ്ങളെ കൊണ്ടും പല തട്ടിപ്പും നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇനി അതും ഒഴിവാക്കേണ്ടി വരുമോ? തട്ടിപ്പിന് വിചാരിച്ചവർക്കെന്തിനാ മുഖം മറക്കണേ? അതുകൊണ്ട് ആ ജാതി ഇഷ്കാലി ശരിയല്ല. നബിന്റെ കാലത്ത് സഹാബി വനിതകള് മുഖം മറച്ചവരുണ്ടായിട്ടുണ്ട്. മുഖം തുറന്നിടാനും നബി അനുവാദം കൊടുത്തിട്ടുണ്ട് എന്ന നിലക്കാണ് മുഖം മറക്കൽ നിർബന്ധമല്ല എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത്. സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരൊക്കെ എല്ലാവരും മുഖം മറക്കൽ നിർബന്ധമാണെന്ന് പറയുന്നവരാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹം മുഖം മറക്കൽ നിർബന്ധമല്ല, മറച്ചാൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹാബികൾക്കാർക്കും ഐഷ്കാൽ ഉണ്ടായിട്ടില്ല. മുഖം മറക്കുന്ന സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർക്കും ഐഷ്കാലില്ല. പക്ഷേ ദുരുപയോഗം ചെയ്യുന്നുള്ളത് കൊണ്ട് ഒരു സുന്നത്തിനെ എതിർക്കാൻ നമുക്ക് പറ്റുകയില്ല. എന്തെല്ലാം സുന്നത്തുകളുണ്ട്, അതൊക്കെ ദുരുപയോഗം ചെയ്യുന്നില്ലേ? ഇനി ആരും പുറത്തൊന്നില്ല എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വേഗം വരണം. അതിനിടയിൽ അനസ് മുസ്ലിയാർ ബാക്കിയുള്ള സംഗതി തുടരുന്നതാണ്. സഹോദരങ്ങളെ, ഇവിടെ കിട്ടിയ പ്രസക്തമായ ഒരു ചോദ്യം, സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണെന്നും അതിന് ഖുർആനിലോ ഇസ്ലാമിക ലോകം അംഗീകരിക്കുന്ന കിതാബുകളിലോ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങളിലോ തെളിവുകളില്ലെന്നും സുന്നി പണ്ഡിതന്മാർ വാദിക്കുന്നുണ്ട്. മാത്രമല്ല, ആദ്യമായി സ്ത്രീ പള്ളിയിൽ പോയത് ഒതായിലെ വഹാബി പള്ളിയിലാണെന്നും വാദുകളിൽ കേൾക്കാറുണ്ട്. ഈ വാദം സത്യമാണോ എന്നാണ്. സത്യമല്ല. സത്യത്തിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നത് സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെടാത്ത ഹദീസിന്റെ ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് സത്യം. ഇമാം ബുഖാരി, മുസ്ലിം തുടങ്ങി ഇങ്ങോട്ടുള്ള സഹിഹായ ഹദീസിന്റെ കിതാബുകളിലൊക്കെ തന്നെ ഒരു അധ്യായം ഈ വിഷയത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിൽ പറയുന്ന അധ്യായമില്ലാത്ത ഒരു ഹദീസിന്റെ ഗ്രന്ഥമില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. നേരത്തെ സക്കരിയ സലാഹി തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു.
സ്വഹീഹായ നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. 150-ലധികം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നതായി നേരത്തെ പറഞ്ഞിരുന്നു. മാത്രമല്ല, നമുക്കറിയാം ഒരു വിഷയത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒന്നാമതായി ഖുർആൻ, രണ്ടാമതായി പ്രവാചകന്റെ ചര്യ, ഇതാണ് അടിസ്ഥാനപരമായി അവലംബിക്കേണ്ടത്. അതുപോലെ തന്നെ ഇജ്മാഉം പ്രധാനമാണ്. ഇജ്മാ ഒരു വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടാൽ ആ ഇജ്മാഇനെ എതിർക്കൽ ഹറാമാണ്, അതുപോലെ കുഫ്റാണ് എന്നൊക്കെ ഉസൂലിലെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയത് കാണാം. സ്ത്രീകൾ ജുമാക്ക് പങ്കെടുക്കൽ അനുവദനീയമാണെന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന വിവരം ഇമാം നവവിയുടെ ശറഹുൽ മുഹദ്ദബിൽ നിന്നാണ് നേരത്തെ ഉദ്ധരിച്ചത്. അപ്പോ മദ്ഹബിന്റെ കിതാബുകളൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞ വാദം അബദ്ധമാണ്. ഇമാം നവവി മദ്ഹബിന്റെ പണ്ഡിതനാണ്, ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് വഖദ് നഖലബുൽ മുൻദിർ വഗൈറുഹുൽ ഇജ്മാ, അത് ഇജ്മാ ഉണ്ട് ഇബ്നു മുൻദിറിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് ജുമാ നമസ്കരിച്ചാൽ ജാസ, അത് അനുവദനീയമാണെന്ന വിഷയത്തിലാണ് ഇജ്മാ, ഹറാമാണെന്ന വിഷയത്തിലല്ല. അപ്പോ അത് വളരെ വ്യക്തമായി ഇജ്മാ ഉള്ള വിഷയമാണ്. ഇജ്മാനെ എതിർക്കൽ കുഫ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെയോ ലോകത്താൽ മാത്രമല്ല ആദ്യമായി പള്ളിയിൽ പോയത് ഒതായിലെ വഹാബി പള്ളിയിലാണ്. ഇവർ ശുദ്ധമായി പറയുന്ന ഒരു തട്ടിപ്പാണ്, നടത്തുന്ന ഒരു തട്ടിപ്പാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ പറയുന്നത്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് ലോകത്തൊരിടത്തും 1970 മുമ്പ് പള്ളിയിൽ പോയിട്ടില്ല എന്നാണ്. ലോകത്തൊരിടത്തും ഒരു പെണ്ണും പോയിട്ടില്ല എന്നാണ് കാന്തപുരം മുസ്ലിയാർ വളരെ വ്യക്തമായി എഴുതിവിട്ടത്. സത്യത്തിൽ വളരെ വ്യക്തമായ ഒരു തട്ടിപ്പാണ്. കാരണം നേരത്തെ പറഞ്ഞു, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടങ്ങുന്നവർ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു, പുതിയതല്ല. നോക്ക് നിങ്ങൾ, 1950 വരെ ലോകത്തിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. 50-ലാണ് ഇങ്ങനെ ഒരു ആശയം ഇറക്കുമതി ചെയ്തത്. ആരാ പറയുന്നത്? കാന്തപുരം മുസ്ലിയാരാണ്. സിറാജ് 1987 6-ാം മാസം 28-ാം തീയതി പുറത്തിറങ്ങിയ സിറാജിലാ പറയുന്നത് 1950 വരെ ലോകത്തിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. ഈ രൂപത്തിലാണ്. പിന്നെ ലോകത്താദ്യമായി പള്ളിയിൽ പോയത് ഒതായി പള്ളിയിലാണ്, മുജാഹിദിന്റെ പള്ളിയിലാണ്, മലപ്പുറത്താണ്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ, ബുഖാരിയിലിരിക്കുന്ന ഹദീസ് തന്നെ, ഖദ് അദ്നല്ലാഹു ലകുന്ന അൻ തഖ്റുജു ലിഹവായിജികുന്ന, സ്ത്രീകളെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാം എന്ന് പറയുന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിച്ചത് കാണാം. അന്നഹുന്ന കുന്ന യഹജുന വയതുഫ്ന വയഖ്റുജുന ഇലൽ മസ്ജിദി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അവർ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു, തവാഫ് ചെയ്യാറുണ്ടായിരുന്നു, പള്ളികളിലേക്കും പുറപ്പെടാറുണ്ടായിരുന്നു. ഫി അഹ്ദിൻ നബിയ്യി വബഅദഹു, പ്രവാചകന്റെ കാലത്തും പ്രവാചകന്റെ കാലശേഷവും. അപ്പൊ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോഴും പ്രവാചകന്റെ വഫാത്തിന് ശേഷവും ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു, തവാഫ് ചെയ്യാറുണ്ടായിരുന്നു, പള്ളികളിലേക്കും പോകാറുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായി ഇബ്നു ഹജർ അസ്ഖലാനി ഞാൻ നേരത്തെ പറഞ്ഞ ഖദ് അദ്നല്ലാഹു ലകുന്ന എന്ന ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിക്കാൻ. അവ ലോകത്താദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളിയിലേക്കാണ് സ്ത്രീകൾ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മുസ്ലിയാക്കന്മാർ എല്ലായിടത്തും പറയാറുള്ളത് ഉദായി പള്ളിയിലാണ്, ഉദായി പള്ളിയിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അത് മാത്രമല്ല, ഇപ്പോ അവസാനം എവിടെ എത്തിയെന്ന് ചോദിച്ചാല്, മുജാഹിദ് പ്രസ്ഥാനം പള്ളിയിൽ പോകാൻ പറഞ്ഞപ്പോ അത് പറ്റൂല എന്ന് വാദിച്ച് പറഞ്ഞിരുന്ന ആളുകളാണ്. ഇപ്പൊ നോക്കുമ്പോ പെണ്ണിന് തന്നെ ഒരു പള്ളി, സ്പെഷ്യൽ പള്ളി ഉണ്ടാക്കി, പെമ്പള്ളി. നമ്മൾ പറഞ്ഞത് പെണ്ണിന് പള്ളി പോകാന്നാ, മനസ്സിലായില്ലേ? അത് അനുവദനീയാന്നാ, പോയാൽ തടയാൻ പാടില്ലാന്നാ. ഇപ്പോ വന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർത്തിരുന്ന ആളുകളാണ്. കാരന്തൂർ മർക്കസ് അടക്കമുണ്ട് പെമ്പള്ളി. എന്നിട്ട് എന്താണെന്നറിയും, ഇപ്പൊ മസാലയിൽ തർക്കം എന്താ, അത് ഞങ്ങൾ പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടില്ല. ആണോ, പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ വരുകയും ചെയ്യാം സ്ത്രീകൾ. എവിടെ? പെണ്ണിന് വേണ്ടി നിർമ്മിച്ച പള്ളിയിൽ വന്നിട്ട് അവർക്ക് നമസ്കരിക്കുകയും ചെയ്യാം. മുസല്ലൻ നിസാ എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ നമസ്കാര സ്ഥലം എഴുതിയും വെച്ചിട്ടുണ്ട്, അവിടെ വരാം, നമസ്കരിക്കാം. ഇതിന്റെ അവസാനം പറയാണെന്ത്, അത് മറ്റൊന്നല്ല, അത് പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വാദം ഹിജാബിന്റെ ആയത്തിറങ്ങിയതോടുകൂടി തടഞ്ഞുതാ. ഹിജാബിന്റെ ആയത്തിറങ്ങിയതോടുകൂടി പെണ്ണിന് പുറത്തിറങ്ങാനേ പാടില്ല. കർണഫീ ബുയൂത്തിക്കുന്ന സ്ത്രീയെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് പെണ്ണുങ്ങൾക്ക് പുറത്തു പോകാം, ഇവര് പുറത്ത് നിർമ്മിച്ചു കൊടുത്തിട്ടില്ല, പെമ്പള്ളിയിൽ നിസ്കരിക്കുകയും ചെയ്യാം എന്നാ പറഞ്ഞത്.
മനസ്സിലായില്ലേ? എന്ന് മാത്രമല്ല, ഇപ്പോ പള്ളികളോടനുബന്ധിച്ച്, വലിയ ജമാഅത്ത് പള്ളികളോടനുബന്ധിച്ചിട്ട് ഇപ്പോ പള്ളികൾ സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ വേണ്ടി ഓരോരുത്തരുടെ ചാർട്ട് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾ നോക്കുക, സത്യധാരയില് കൽവിഷേകമായി വന്ന ആ പള്ളികളുള്ള, ഈ പെൺപള്ളിയുള്ള പള്ളികളുടെ ഫോട്ടോകളാ. കൊണ്ടോട്ടി കൊടങ്ങാട് ജുമാ മസ്ജിദ്, ഈ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുണ്ട്. മുജാഹിദ് പള്ളിയല്ല. അതുപോലെ തന്നെ പന്നിയങ്കര ജുമാഅത്ത് പള്ളി സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം. മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് പെണ്ണുങ്ങൾക്ക് നമസ്കരിക്കാൻ സൗകര്യം. കോഴിക്കോട് ബദർ ജുമാ മസ്ജിദ് സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സൗകര്യം. ഇതിന്റെ പരസ്യം തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ അടക്കം 2003 സത്യധാരയിലാണ് എടുത്തു കൊടുത്തത്. മനസ്സിലായി? ഇപ്പറഞ്ഞ പള്ളിയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ എല്ലാ പള്ളികളോടും അനുബന്ധിച്ചുകൊണ്ട് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരന്തൂർ മർക്കസിൽ തന്നെ ഇത്തരം രൂപത്തിലൊരു പെമ്പള്ളി ഉണ്ടാക്കി. ഇപ്പൊ തർക്കം എന്താന്ന് ചോദിച്ചാല് അത് പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അതാണ് മസാല. അതാണ് സാധാരണ ഞാൻ പറയാനൊരു ഉദാഹരണം ഉണ്ട്. പണ്ടൊരു ഉമ്മാന്റെ മാല കളഞ്ഞു പോയപ്പോ ഉമ്മുമ്മ പ്രാർത്ഥിക്കണം, പടച്ചോനെ ആർക്ക് കിട്ടിയാലും മുയിലാർക്ക് കിട്ടല്ലേ, ആർക്ക് കിട്ടിയാലും മുയിലാർക്ക് കിട്ടല്ലേ. ഇത് പറഞ്ഞിട്ടാണ് ഈ ഉമ്മുമ്മ മാല തപ്പണത്. അപ്പൊ ഒരു സാധു ചോദിച്ചു, അല്ല നിങ്ങൾ എന്താ ഈ പറയണത്, മുയിലാർക്ക് കിട്ടല്ലേ മുയിലാർക്ക് കിട്ടല്ലേ എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചപ്പോ ഉമ്മുമ്മ പറഞ്ഞു, മോനെ വേറെ ആർക്ക് കിട്ടിയാലും അവർ തിരിച്ചു വരും, പക്ഷെ മുയിലാർക്ക് കിട്ടിയ എന്തെങ്കിലും മസാല പറഞ്ഞ് തട്ടിക്കൊണ്ടുപോകും. കണ്ടോ? അപ്പൊ മുസ്ലിയാർക്ക് മസാലയുണ്ട്. എന്ത് പറഞ്ഞാലും ചെയ്യേണ്ട പണി മുജാഹിദുകൾ പറഞ്ഞൊക്കെ ചെയ്യും. പിന്നെ അതിനകത്തൊരു മസാല, ആ മസാല എന്താ വഖഫ് ചെയ്തിട്ടില്ല. അപ്പൊ വഖഫ് ചെയ്യാത്തടത്തൊക്കെ ഇപ്പൊ പോകാനായി. വഖർന ഫീ ബുയൂത്തികുന്ന ആയത്ത്, ഹിജാബിന്റെ ആയത്ത്, നേരത്തെ പറഞ്ഞ റിജാലുല്ലാത്തുൽ ഹീം എന്ന് പറഞ്ഞ ആയത്ത്, സൂറത്ത് തൗബയിൽ ആയത്ത്, ഇവിടെയൊന്നും ഹിജാലുമായി ബന്ധപ്പെട്ട ആ പരാമർശങ്ങളൊന്നും അതിനൊന്നും തടസ്സമല്ല എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇനി ഇതിലും രസാവഹകരമായ കാര്യം, മുജാഹിദിനേക്കാൾ മുമ്പിലാണ് ഈ വിഷയത്തില്. എത്രത്തോളം നമ്മുടെ കാന്തപുരം ശൈഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പലരാരും പറയപ്പെടുന്ന ആ ആള് തന്നെ ബഹ്റൈനിൽ പോയി. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സാധുക്കളായ നമ്മോട് പറയും, എന്താ പറയല്? സാധുക്കളായ നമ്മോട് പറയുന്നത്, നമ്മൾ പെണ്ണുങ്ങളുടെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പാടുണ്ടോ? പറ്റൂല, കാരണം അത് മുനാഫിക്കിന്റെ പള്ളിയാണ്. ഖുർആൻ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ത്? അതേ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയില്, തഖ്വയിൽ അടിത്തറയിട്ട പള്ളിയില് പുരുഷന്മാര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പെണ്ണുങ്ങളുള്ള പള്ളി മുനാഫിക്കിന്റെ പള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് നീട്ടി വാദം പറയും. അപ്പൊ മുനാഫിക്കിന്റെ പള്ളിയിൽ അത്തക്കും ഫീഹി അബദ, ഒരിക്കലും നമസ്കരിക്കരുത് എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദിന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ പാടില്ല എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ വാദം പറയുന്ന ഉസ്താക്കന്മാരാ. എന്നിട്ട് ഈ മുജാഹിദിന്റെ പള്ളി മുനാഫിക്കിന്റെ പള്ളിയാണെന്നും, കാരണം പെണ്ണുങ്ങൾ അവിടെ വരുന്നു എന്നതാണെന്നും, അതുകൊണ്ട് ആ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് നാടിനീളെ വാദം പറയുന്ന സഖാഫിയുടെ ശൈഖുന ബഹ്റൈനിൽ പോയി അവിടെ സ്ത്രീകൾ പങ്കെടുക്കുന്ന ജുമാക്ക് മിമ്പറിൽ കയറി ഖുത്ബ ഓതി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, മിമ്പറിൽ കയറിയിട്ട് ഖുത്ബ ഓതി കൊടുത്തു. ബഹ്റൈൻ പള്ളി വളരെ വ്യക്തമായ സ്ക്രീനിലൂടെ ഇപ്പൊ കാണാം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഖുത്ബ നിർവഹിച്ചു കൊടുത്ത ബഹ്റൈനിലെ പള്ളി അത്. ആ പള്ളിയിൽ സ്ത്രീകളുണ്ട്. നിങ്ങൾ നോക്കുക, വളരെ വ്യക്തമായി മുസല്ലൻ നിസാ, സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള പ്രത്യേകമായ സൗകര്യം അത് പള്ളിയോടനുബന്ധിച്ചാണ്. ആ പള്ളിയോട് അനുബന്ധിച്ചുള്ള സൗകര്യം ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് സ്ത്രീകൾ വന്നതും ജുമാ നമസ്കരിക്കുന്നതും വളരെ വ്യക്തമായി കാണാൻ. ഈ സ്ത്രീകൾ പോകുന്ന നിങ്ങൾ നോക്കിയാളി. അപ്പോ ഇങ്ങനെ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ബഹ്റൈനിലെ അറാദി എന്ന് പറയുന്ന പള്ളിയില് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പോയിട്ട് ഖുത്ബ തന്നെ നിർവഹിച്ചു കൊടുത്തതായി നമുക്ക് സത്യസന്ധമായ റിപ്പോർട്ടുകൾ ലഭിക്കുകയാണ്. മാത്രമല്ല ആ അറാദ് പള്ളിയുടെ ചിത്രം തന്നെ വളരെ വ്യക്തമായി നമുക്ക് മുന്നിലെത്തിയിരിക്കാൻ. അപ്പോ നാട്ടിൽ വന്നു കഴിഞ്ഞാല് പെണ്ണുങ്ങൾ വേണ പള്ളി മുനാഫിക്കിന്റെ പള്ളി, മുജാഹിദിന്റെ പള്ളി പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വാള് പറയുന്ന ഉസ്താക്കന്മാര് ബഹ്റൈനിൽ പോയിട്ട് മെമ്പറിൽ കയറിയിട്ട് ഖുത്ബ ഓതി കൊടുക്കുക എന്ന് മാത്രമല്ല, വാളെടുത്തിട്ടില്ല, മാശറ വിളിച്ചിട്ടില്ല. അന്ന് വാളെടുത്തിട്ടില്ല, മാശറ വിളിച്ചിട്ടില്ല. മാശറ വിളിക്കാതെ വാളെടുക്കാതെയാണ് മെമ്പറിൽ കയറിയത്. അപ്പൊ നമ്മുടെ പേരോട്ട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന് പറയുന്ന മുയിലാര് വന്നിട്ട് പറയാണ്, അന്ന് ഉസ്താദിന്റെ കുഴപ്പമല്ല, മുക്രിക്കാന്റെ കുഴപ്പമാണ്. വാളെടുത്ത് കൊടുക്കാൻ ആരാണ്? മുക്രിക്കല്ല വാളെടുത്ത് കൊടുക്കേണ്ടത്. അപ്പൊ മുക്രിക്ക വാളെടുത്ത് കൊടുത്തില്ല, അതുകൊണ്ടാണ് ഉസ്താദ് വാളെടുക്കാതെ കയറിയത്. ഉണ്ടോ? അപ്പൊ മുക്രിക്കായി പിരിച്ചുവിടാൻ മുജാഹിദിന് സമരം ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുക്രിക്കായി പിരിച്ചുവിടാൻ മുജാഹിദിന് സമരം ചെയ്യണം. അപ്പൊ മുക്രിക്ക എടുത്തു കൊടുത്തത്, അത് എടുത്തു കൊടുക്കേണ്ടത് മുക്രിക്ക എടുത്തു കൊടുക്കാതിരുന്ന കാരണത്താലാണ് മൂപ്പര് വാളുപേക്ഷിച്ചത്. അപ്പൊ നമ്മൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മുസ്ലിയാർ എപ്പോഴും കുളിച്ചു വരുമ്പോ കുപ്പായും തുണിയൊക്കെ എടുത്തു കൊടുക്കേണ്ടത് ഭാര്യയാണ്. ഒരു ദിവസം ഭാര്യ എടുത്തു കൊടുക്കാൻ മറന്നുപോയി. അപ്പൊ മുസ്ലിയാർ ഫ്രീ ആയിട്ട് പുറത്ത്, ഫ്രീ ആയിട്ട്. എന്താണ്? എപ്പോഴും കുപ്പായം തുണിയൊക്കെ എടുത്തിരുന്നത് ഭാര്യയാണ്, ഇന്നോളം എടുത്തു തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഫ്രീ ആയിട്ട് പോന്നാണെന്ന് പറയുമോ? ഉണ്ടോ? അപ്പം അത് അത്യാവശ്യമാണ്. മെമ്പറിൽ കയറുമ്പോ വാളെടുക്കൽ, വാസറ വിളിക്കലെങ്കിൽ മുക്രിക്ക വിളിച്ചില്ലെങ്കിൽ വിളിപ്പിക്കണ്ടേ?
വിളിച്ചില്ലെങ്കിൽ വിളിപ്പിക്കണ്ടേ അല്ലേ? പക്ഷേ വിളിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെ അങ്ങ് കയറി വാളില്ലാതെ. എന്താ പറയാ, വാളില്ല എന്തെങ്കിലും കുഴപ്പമില്ല, വാളില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ന്യായീകരിച്ചു സഹോദരങ്ങളെ. വേറെ ചില ആൾക്കാരെന്ന് അത് ഹംബലി മദ്ഹബാണ്, ആ ഹംബലി മദ്ഹബ് വാൾ വെക്കേണ്ടതില്ല. കണ്ടോ, ഇപ്പൊ കാന്തപുരം ശാഫി മദ്ഹബാരനല്ലേ? ഞാൻ പറഞ്ഞു അതുകൊണ്ട് അത് ഹംബലി മദ്ഹബല്ല, നമ്പരി മദ്ഹബാണ്. കാര്യം എന്താ, അവിടെ ചെന്ന് അങ്ങനെ ചെയ്താലേ പൈസ കിട്ടുള്ളൂ. ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓന്ത് നിറം മാറുന്ന പോലെ നിറം മാറാം, ഹറാമൊക്കെ ഹലാലാകും, നിജാലൊക്കെ നിസാവും എന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. എന്ന് മാത്രമല്ല, ഇത് നമ്മൾ പറയുമ്പോൾ ചില ആൾക്കാർ പറയും അത് ഉസ്താദിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടും അപഹസിക്കാൻ വേണ്ടിയിട്ടും ചില കുൽസിത നീക്കങ്ങൾ നടത്തിയതിന്റെ ഭാഗമാണ്. നമ്മളല്ല, സക്കാഫികൾ തന്നെ ഇത് തുറന്നു പറഞ്ഞു. സക്കാഫികൾ തന്നെ തുറന്നു പറഞ്ഞു. ഹസൻ സക്കാഫി എന്ന് പറയുന്ന കാരന്തൂർ മർക്കസിൽ പഠിച്ച ഫസ്റ്റ് ക്ലാസോടുകൂടി പാസ്സായ ഹസൻ സക്കാഫി ഈ വിഷയകമായി അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി ഈ വിഷയത്തിലേക്ക് വരചൂടുന്നതാണ്. അദ്ദേഹം തന്നെ കാന്തപുരത്തെ സംബന്ധിച്ചും അതുപോലെ അദ്ദേഹത്തിന്റെ ഈ ബഹ്റൈൻ ജുമയെ സംബന്ധിച്ചും പറയുന്ന ഭാഗം നിങ്ങൾ ഒരു സക്കാഫി തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ബഹ്റൈൻ ജുമയെ സംബന്ധിച്ചും പറയുന്ന ഭാഗം നിങ്ങൾ ഒരു സക്കാഫി തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഇപ്പോൾ ഏറ്റവും പുതിയ വിഷയത്തിലേക്ക് ആദ്യം വരാം. ബഹ്റൈനിലെ ജുമ എന്താ വിഷയം? ബഹ്റൈനിലെ അറാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആ പള്ളിയിൽ നിങ്ങൾക്ക് പോകാൻ കണ്ടവർ മുഴുവനും പറയുന്നത് ആ പള്ളിയിൽ സ്ഥിരമായി ജമാഅത്തിന് സ്ത്രീകൾ വരാറുണ്ട്. എല്ലാ ജുമക്കും സ്ത്രീകൾ വരാറുണ്ട്. അവിടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു ഭദ്രമായ റൂമുണ്ട്. ആ റൂമിന്റെ ഒരു ഭാഗത്ത് സത്തുഹൻ നിസാ എന്ന് പറയുന്ന ബോർഡ് കാണാം. അതിലേക്കുള്ള എൻട്രൻസ് വഴിയിൽ കാണാം മദ്ഖലുൻ നിസാ എന്നുള്ള ബോർഡ് കാണാം. അവിടെ സ്ത്രീകൾ ഒന്നു ചെയ്യുന്ന ഭാഗത്ത് മഹല്ലുൻ നിസാ എന്ന് പറഞ്ഞ് ഒന്നു ചെയ്യാൻ പ്രത്യേകമായ ഭാഗം കാണാം. ഈ ഒരു പള്ളിയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോ AP അബൂബക്കർ മൗലവി എന്ന് പറയുന്ന ആള് പെണ്ണുങ്ങൾ കണ്ടിയാണ് മൂപ്പര പരാതി. ഇത് സിറാജ് പത്രം. അദ്ദേഹം പറഞ്ഞത് മാത്രം വായിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട നാട്ടിലെ ഉസ്താദ് അല്ലാഹു മർക്കദ ഉസ്താദ് പറയാറുണ്ട്, കളവ് പറഞ്ഞാൽ കുടുങ്ങിപ്പോകും മക്കളെ, സത്യം മാത്രം പറഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. വല്ല കുഴപ്പത്തിനും പെട്ടുപോയോ എന്നാ പറ്റിപ്പോയെന്ന് പറഞ്ഞ ഒരു കുഴപ്പം വരില്ല. അതേ സമയത്തോ ഇല്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിച്ച് ആകെ വഷളാകും. അതുകൊണ്ട് ഇയാൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ ആ പോയ പള്ളിയിൽ പെണ്ണുങ്ങൾ കണ്ടിട്ടില്ല. കാരണം ഖത്തീബ് ഒരിക്കലും പെണ്ണുങ്ങൾ കാണാൻ പറ്റിയ രൂപത്തിലല്ല. സ്വാഭാവികമാണല്ലോ, ഇദ്ദേഹം മുഴുവൻ ചെയ്ത് കാറിൽ കയറി നേരെ മെഹ്റാബിന് സമീപം വന്നിട്ട് അത് വണ്ടി ഇറങ്ങി മിമ്പറിൽ കയറി ഖുതുബ നിർവഹിച്ചു. സ്ത്രീകളെ കണ്ടിട്ടുണ്ടാവില്ല, അയാളെ കുറ്റപ്പെടുത്താൻ പറ്റൊന്നുമില്ല. അയാൾക്കത് പറഞ്ഞാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് ഞാൻ വായിക്കാം. കട്ടിക്കെന്താ, ബഹ്റൈൻ കുപ്പജാലത്തിന് പിന്നിൽ സുന്നി വിരുദ്ധ ഗൂഢാലോചന. സുന്നി വിരുദ്ധ ഗൂഢാലോചന. പെണ്ണുങ്ങൾക്ക് ഖുതുബ കൊടുത്തു പിന്നെ സുന്നി വിരുദ്ധ ഗൂഢാലോചന എന്നാ കേട്ടോ. മനാമ ബഹ്റൈനിൽ ഞാൻ പങ്കെടുത്ത ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഇതിന് പിന്നിൽ സുന്നി വിരുദ്ധ ലോബിയുടെ വ്യക്തമായ ഗൂഢാലോചന നടന്നതായും ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ അറിയിച്ചു. കേട്ടോ, ബഹ്റൈനിലെ അറാദ് ജുമാ മസ്ജിദിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്റെ നേതൃത്വത്തിൽ നടന്ന ജുമക്ക് പള്ളിയിൽ ഒരൊറ്റ സ്ത്രീയും പങ്കെടുത്തിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അപ്പൊ എന്ത് മനസ്സിലാക്കും പോയി, ഇയാള് പള്ളിയിൽ ചെന്നോണ്ട് ആകെ നടന്നു, ഇവിടെ വല്ല പെണ്ണുങ്ങളുണ്ടോ നോക്കി നടന്നോന്നാ. സുബ്ഹാനല്ലാഹ്, അയാൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഖുതുബ ഖത്തീബ് എന്നാൽ നിങ്ങൾ ഖുതുബ ചെയ്യാ പോരെ, പിന്നെ പെണ്ണുങ്ങളുടെ നോക്കിയെടുക്കാം. അതല്ലേ ഈ പറഞ്ഞത്? നിങ്ങൾ എന്റെ ബാക്കി വായിച്ചു നോക്ക്. എന്നിട്ട് പറയുന്നു, ജമിയത്തുൽ ഇസ്ലാമിയുടെ അതിഥിയായിട്ടാണ് ബഹ്റൈനിലെത്തിയത്. ജുമാ നിസ്കാരം നേതൃത്വം നൽകിയ ഈ പള്ളിയുടെ 2 നിലയിലും പുരുഷന്മാർ മാത്രമാണ്. പള്ളിയിൽ സ്ത്രീകൾ പങ്കെടുത്തത് എന്നത് കല്ല് വെച്ച നുണയാണ്. അയാളെ ശരിയാണത്. വല്ലാഹി പറയാൻ പറ്റെടുത്ത് വല്ലാഹി പറയും, അല്ലെങ്കിൽ സുമ്മ വല്ലാഹി കൂട്ടിക്കൊടുക്കും, അല്ലെങ്കിൽ ഇവന് കല്ല് വെച്ച നോണാന്ന് പറയും. ഇതേപോലെ കാന്തപുരത്തിന്റെ കല്ല് വെച്ച നോണാണെന്നത്. എന്താ ഈ പറഞ്ഞാൽ സ്ഥിരമായി എവിടെ ജമാഅത്തിന് പെണ്ണുങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് അവിടുത്തെ കാർക്ക് പരിചയമുണ്ട്. എല്ലാ ജുമക്കും വരാറുണ്ട്. ഇനി ഇയാൾ പറഞ്ഞ സത്യമാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെ? ഇയാൾ വന്നാണ് ഒരൊറ്റ പെണ്ണുങ്ങൾ വന്നിട്ടില്ല എന്നാ ഈ മനുഷ്യന്മാർക്ക് എന്താ ധരിക്കുക? സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്ക് മുഴുവൻ ഇയാളെ പേടിയാണ്. എന്നാലും അല്ലേ സംഭവിക്കുള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും പെണ്ണുങ്ങൾ വരും, എല്ലാ വക്കത്തിലും പെണ്ണുങ്ങൾ വരും. ഇന്ന് ഇയാളെ കുത്തുബക്ക് എന്നാന്ന് പോകാൻ പറ്റില്ല കേട്ടോ എന്ന് മറ്റേ ആളാണ്.
അപ്പൊ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ നമ്മൾ പറയുന്ന ഒരു ആരോപണമല്ല, സക്കാഫിമാരടക്കം അത് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ തക്കം കിട്ടിയ പെണ്ണുങ്ങളുടെ വള്ളി ബഹിഷ്കരിക്കും. എന്നിട്ട് മുജാഹിദിനെ വിമർശിക്കുമ്പോൾ പറയും അത് മുജാഹിദ് 1950 ശേഷം കൊണ്ടുവന്നാണ്. ഉണ്ടോ? മുജാഹിദ് 1950 ഇതെല്ലായിടത്തും ഉണ്ട്. ഇവിടെ എഴുത്തന്ന് യോദ്ധികർത്താവിന് മാത്രമല്ല തെറ്റിദ്ധരിപ്പിച്ചത്, നേരെ മറിച്ച് മൂപ്പര് ബഹ്റൈനിൽ പോയിട്ട് ഖുതുബ നിർവഹിച്ചിട്ട് നാട്ടിൽ വന്നു. ആര്? ഈ പറഞ്ഞ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ഖുതുബ നിർവഹിച്ച നാട്ടിൽ വന്നപ്പോ മൂപ്പരെ വിളിച്ചിട്ട് ചാനലുകാർ ചോദിച്ചു, അല്ല സ്ത്രീകൾ പള്ളി വന്നതിനെ കുറിച്ച് എന്താ വിധി? ഇത് ബഹ്റൈനിൽ പോയി പെണ്ണുങ്ങൾക്ക് ഖുതുബ ഓതി കൊടുത്തതിന് വന്നതിന് ശേഷമാണ് മൂപ്പര് ചോദിച്ചത്. അപ്പൊ മൂപ്പര് പറഞ്ഞ മറുപടി നിങ്ങളൊന്ന് കണ്ടോ. ലോകത്ത് മുഴുവനും മുസ്ലിം സ്ത്രീകൾ പള്ളിയിൽ വരേണ്ടതില്ലെന്ന് ഏകകണ്ഠമായി പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ഏതാനും ചില ഈ മുജാഹിദ് ജമാഅത്ത് ലോബികൾ ഒഴിച്ച് ലോകത്ത് എവിടെയും ഇവരുടേതായ ഈ വാദം ഇല്ല എന്നതാണ് സത്യം. അല്ല, സ്ത്രീകൾക്ക് ആരാധന സ്വാതന്ത്ര്യമുണ്ട്. അവരെ വീട്ടിൽ വെച്ചിട്ട് ചെയ്താലാണല്ലോ സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടുക. ഒരു സ്ത്രീ നിർബന്ധമായും പള്ളിയിൽ പോകണം എന്ന് ഭർത്താവ് അവളോട് നിർബന്ധിക്കുമ്പോൾ സ്വാതന്ത്ര്യം കുറഞ്ഞു. സഹോദരങ്ങളെ, അവ കണ്ടോ? ഇത് കേരളത്തിൽ വന്നിട്ട് മുജാഹിദും ജമാഅത്തുകാരും മാത്രം നടത്തുന്നത്. ലോകത്ത് എവിടെയും പെണ്ണ് പള്ളിയിൽ പോകലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് പെണ്ണുങ്ങൾക്ക് കുത്തുമ പോയിട്ട് വന്നിട്ട് പറഞ്ഞാണ്. അപ്പൊ നുണ പറയാൻ മടിയില്ലെങ്കിൽ കാന്തപുരത്തിനല്ല ആർക്കാ എന്താ പറഞ്ഞുകൂടാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ രൂപത്തിൽ വളരെ പച്ചയായി. എന്ന് മാത്രമല്ല, ഇത് നാട്ടിൽ വിവാദം നടക്കുകയാണ്. സക്കാഫിമാർ ഒന്നൊന്നായി വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടില്ല, അത് മുജാഹിദ് അടിച്ചിറക്കിയാന്നൊക്കെ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ആളുകൾ അവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും പോയി കാന്തപുരം അബൂദാബിയിൽ പോയിട്ട് അവിടുത്തെ ഗ്രാൻഡ് മോസ്കിൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന 8 റക്അത്ത് തറാവി നമസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഖുത്ബക്ക് നേതൃത്വം കൊടുത്തു. വെറുതെ പറയല്ല, അവിടുത്തെ ഗ്രാൻഡ് മോസ്ക്, അബൂദാബിയിലെ ഗ്രാൻഡ് മോസ്ക് ആണ്. അബൂദാബി പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. 8 റക്അത്ത് അവിടെ തറാവി നിസ്കാരം. അതുപോലെ തന്നെ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട്. ആ പള്ളിയിൽ പോയിട്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മൂപ്പര് അവിടെ രണ്ടാമതും പോയി ഖുത്ബ ഓതി. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് നാട്ടില് ചില ആളുകൾ നടത്തുന്ന തട്ടിപ്പാണ്. എന്ത്? ഈ രൂപത്തില് ഇത് മുജാഹിദിൽ കൊണ്ടുവന്ന സമ്പ്രദായമാണ്, മുജാഹിദുകളുടേതാണ്. എന്നാൽ ലോകത്തെ ലോകത്തിലെ വ്യത്യസ്ത കോണുകളിൽ അവർ ഖുത്ബക്ക് പോകുമ്പോൾ ജുമാ നിർവഹിക്കുമ്പോഴൊക്കെ പെണ്ണുങ്ങൾക്ക് കൂടി ഓതിക്കൊടുക്കും. അവിടെ ഒരു പ്രശ്നമില്ല, അവിടെ അവർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് എന്നതിന്റെ വ്യക്തമായ ഒരു തെളിവാണ് ഇവിടെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും മുജാഹിദുകൾ കൊണ്ടുവന്ന വാദമല്ല. മുജാഹിദിൽ എതിർക്കുന്ന ആളുകൾ പോലും ഇത്തരത്തിൽ തക്കം കിട്ടുമ്പോഴൊക്കെ ഈ സുന്നത്ത് നടപ്പാക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഈ രൂപത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിക്കാനുള്ളത്. പിന്നെ ഒരു ചോദ്യം ഇവിടെ കിട്ടിയിട്ടുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയും ഷിയാക്കളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിയും ഷിയാക്കളാണോ എന്ന് ചോദിച്ചാൽ അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഷിയാക്കളല്ല എന്ന് പറയും. പക്ഷേ ഷിയാക്കളുടെ പല വിശ്വാസങ്ങളും, അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ മുതൽ ശാഖാപരമായി എന്ന് പറയപ്പെടുന്ന വിശ്വാസങ്ങൾ വരെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അനുവർത്തിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അടിസ്ഥാനപരമായ വിശ്വാസം മുതൽ ശാഖാപരമായ വിശ്വാസങ്ങൾ വരെ. ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാം മുന്നോട്ട് വെച്ച ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന വാദം, ഈ ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ആ വാക്ക് ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്ന അർത്ഥത്തോട് സാമ്യത നിലനിർത്തിക്കൊണ്ടാണ് നമുക്കറിയാം ഇമാമിയ സങ്കല്പം പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ശിയാക്കൾ സ്വീകരിച്ചത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഹുക്കൂമത്തെ ഇലാഹി എന്ന വാക്ക്, ആ പ്രഖ്യാപനം ഈ ഷിയാക്കൾ തങ്ങളുടെ ഇമാമിയ സങ്കല്പത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി ഏത് രൂപത്തിൽ വ്യാഖ്യാനിച്ചുവോ ആ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് മൗദൂദി സാഹിബ് പിൽക്കാലഘട്ടത്തിൽ അവതരിപ്പിച്ചത് എന്ന് മാത്രമല്ല, മൗദൂദി സാഹിബ് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഈ ഷിയാക്കളുമായി വല്ലാത്ത ബന്ധം, ഇറാനുമായി വല്ലാത്ത ബന്ധം അദ്ദേഹം നടത്തിയതായി കാണാം. ഇന്നും ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരോട് ചോദിച്ചാൽ ഷിയാക്കളെ സംബന്ധിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ് എന്നാണ് ജമാഅത്തുകാർ അവരുടെ മുതിർന്ന നേതാക്കന്മാർ വരെ പറയാറുള്ളത്. അപ്പോ ഈ ഷിയായിസത്തോട് മനസ്സുകൊണ്ടും ആദർശം കൊണ്ടും മറ്റുള്ള വിഷയത്തിലുമൊക്കെ വളരെയധികം താദാത്മ്യം പുലർത്തിക്കൊണ്ടാണ് മൗദൂദി സാഹിബിന്റെ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നിലനിൽക്കുന്നത് എന്നതിൽ വളരെ വ്യക്തമായി അനവധി തെളിവുകളുണ്ട്. നമുക്കറിയാം, സുന്നികളും ഷിയാക്കളും എന്ന് പറയുന്ന ഒരു പ്രഭാഷണത്തിന്റെ കാസറ്റിൽ വളരെ വ്യക്തമായി ഒന്നൊന്നായി അതിന്റെ സാമ്യതകൾ വിശദീകരിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നില്ല. പിന്നെ പല മുജാഹിദ് പ്രവർത്തകരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയുടെയും ആദർശം ഒന്നാണെന്നാണ്. ഇത് ശരിയാണോ? വിശദീകരിക്കുക. ഒരിക്കലുമല്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ എന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, പ്രബോധനത്തിന്റെ വിഷയം, അതെങ്ങനെ പ്രബോധനം ചെയ്യേണ്ടത് അടക്കം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം യോജിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തികച്ചും ഭിന്നമായ ആദർശമാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്.
മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നമായ ആദർശം. അത് ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം മുതൽ, ഇബാദത്തിന്റെ അർത്ഥം എന്താണ് എന്നത് മുതൽ, അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനത്തിന്റെ വിശദീകരണം മുതൽ ഇങ്ങോട്ടുള്ള വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി മുജാഹിദ് പ്രസ്ഥാനം വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശക്തമായി അല്ലേ? ഇപ്പൊ നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, ദീൻ അവർക്ക് പ്രശ്നമല്ല. ദീൻ എങ്ങനെയായാലും പ്രശ്നമില്ല. ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. കൊക്കക്കോളയാകട്ടെ, മറ്റൊന്ന് പ്രശ്നമാകട്ടെ, അതുപോലെ തന്നെ സൂപ്പർ ഹൈവേ ആകട്ടെ, ദുനിയാവിന്റെ മുഴുവൻ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് വിട്ടത് ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാ. ദീനിന്റെ ഒരു വിഷയം ഞങ്ങൾ ഏറ്റെടുക്കാൻ പറ്റില്ല. ഉറുക്കെട്ടാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ പറയും അത് കുഴപ്പമില്ല എന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരുണ്ട്. ഉണ്ടോ? ഒരു കാര്യത്തെ സംബന്ധിച്ച യഥാർത്ഥമായ ഒരു നിലപാട് ദീനിന്റെ ഒരു വിഷയത്തിൽ ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കാർ മനസ്സ് കാണിക്കുന്നില്ല. ഏത് കാര്യത്തിലായിരുന്നാലും അവരുടെ പ്രഭാഷണം എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇപ്പോ അടുത്ത കാലഘട്ടത്തിലായി നമുക്കറിയാം, റസൂലുള്ള ഏതെങ്കിലും ഒരു പ്രസംഗം ആരംഭിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട്, പിന്നെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ടൊക്കെയാണ് റസൂലുള്ള പ്രസംഗമൊക്കെ ആരംഭിക്കുക. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്തെങ്കിലും ഒരു മുസ്ലിം പ്രസംഗിക്കുമ്പോൾ ആദ്യമായിട്ട് വരാം. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ സോൾഡാറ്റിയായി അവസാനം നമസ്കാരം എന്ന് പറയുന്ന അവസ്ഥക്ക്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ പകരം നമസ്കാരം, വിപ്ലവാഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെത്തിയിരിക്കുകയാണ് സോൾഡാറ്റി പ്രവർത്തകർ. അങ്ങനെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ദീനിന്റെ ഹുക്മുകളോടും ദീനിന്റെ വിധവിലക്കുകളോടും ഒരു നീരസം പ്രകടിപ്പിക്കുകയും ദുനിയാവിൽ ഉണ്ടായാൽ മാത്രം മതി, നമുക്ക് അധികാരം കിട്ടിയാൽ മാത്രം മതി, എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത്. എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള മറ്റൊരു മർമ്മപ്രധാനമായ വിയോജിപ്പ്, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം പല അവരുടെ ഗ്രന്ഥങ്ങളിലും സ്വഹാബത്ത്, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ ചീത്ത പറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ കാലഘട്ടത്തെയും അതുപോലെ തന്നെ സ്വഹാബികൾ അടങ്ങുന്ന ആളുകളെയൊക്കെ വളരെ വ്യക്തമായി വിമർശിച്ചുകൊണ്ട് വളരെ ശക്തമായി നിലകൊണ്ട ആളാണ് അബുൽ അല മൗദൂദി സാഹിബ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഷിയാ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിന്റെ വളരെ വ്യക്തമായ ഒരു തെളിവ് കൂടിയാണ്. മൗദൂദി സാഹിബ് മരിച്ച സമയത്ത് മജല്ലത്ത് ഷിയാ പത്രത്തിൽ വന്ന ഒരു വാർത്ത തന്നെ, ഇന്ന ആലമൽ ഇസ്ലാമി വഗൈറുൽ ഇസ്ലാമി ഖദ് അഖ്സാനഹുൽ ബാലിഗ ബി മൗതി ഉസ്താദ് അൽ മൗദൂദി. മൗദൂദി ഉസ്താദ് മരിച്ചത് കാരണത്താൽ ലോകത്തെ ഇസ്ലാമിക ലോകവും അതല്ലാത്ത ലോകമൊക്കെ അങ്ങേറ്റം വ്യസനത്തിലും വിഷമത്തിലുമാണ്. കണ്ടോ? അപ്പോ അതിന് തുടർന്നുകൊണ്ട് മജല്ലത്ത് ഷിയാക്കളുടെ പത്രത്തില് ന്യൂസ് വന്നതെന്നറിയോ? അത് പിന്നെ അദ്ദേഹം മരിച്ചുപോയി എങ്കിലും അദ്ദേഹം മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം ഇവിടെ തണലിട്ട് നിൽക്കും. എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര്? അൽ ഖിലാഫത്ത് വൽ മുൽക്ക് എന്നാണ്. ഖിലാഫത്ത് വൽ മുൽക്ക് എന്ന് പറയുന്ന മൗദൂദി സാഹിബിന്റെ പുസ്തകം തള്ളിട്ട് നിൽക്കുമെന്ന് ഷിയാപത്രം പറഞ്ഞിട്ട് തൊട്ടടുത്ത വാചകത്തിൽ പറയുന്നതറിയോ? ആ പുസ്തകത്തിന്റെ പ്രത്യേകത, അംഗദൽ ഉസ്താദ് അൽ മൗദൂദി തൻഖീദൻ ശദീദ അബൂബക്കർ വ ഉമർ വ ഉസ്മാൻ വ ആയിഷ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ നന്നായി മൗദൂദി സാഹിബ് കശക്കുന്ന ബുക്കാണ് ഈ ബുക്ക്. അതുകൊണ്ട് ആ ബുക്ക് നല്ല ബുക്കാണ്. അത് അദ്ദേഹത്തിന്റെ മരണശേഷം തള്ളിട്ടിരിക്കുന്നത്. ഇത് ഷിയാക്കളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഈ തരത്തിലുള്ള മുഴുവൻ വിഷയങ്ങളിലും മുജാഹിദ് പ്രസ്ഥാനം വേട്ടു നിൽക്കുന്ന ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശവും മുജാഹിദിന്റെ ആദർശവും ഒന്നല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയും.